الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. خلق الموت والحياة ليبلوكم أيكم أحسن عملا. അല്ലാഹു സുബ്ഹാനഹു വ തആല മരണത്തെയും ജീവിതത്തെയും സൃഷ്ടിച്ചത് നിങ്ങളിൽ ആരാണ് ഏറ്റവും നന്നായി അമൽ ചെയ്യുന്നത് എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയാണ്. അതിനാണ് അല്ലാഹു മരണവും ജീവിതവും ഉണ്ടാക്കിയത്. ഇപ്പൊ ദുനിയാവിലെ ജീവിതം ഒരു പരീക്ഷയാണ്. പരീക്ഷയെ ഒരു വിദ്യാർത്ഥി പേടിക്കുന്നത് എന്തുകൊണ്ടാണ്? പരീക്ഷ എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും പേടിയാണ്. അതിന് കാരണം പരീക്ഷ ആയതുകൊണ്ടല്ല, പരീക്ഷയ്ക്ക് ഒരു റിസൾട്ട് വരുമെന്നുണ്ടാകും. റിസൾട്ട് വരുന്നില്ലെങ്കിൽ പരീക്ഷയെ പേടിക്കേണ്ട കാര്യമില്ല. കാരണം ജയപരാജയങ്ങൾ ഉണ്ടാവില്ല. ജീവിതം എന്ന് പറയുന്നൊരു പരീക്ഷയാണ്. ആ പരീക്ഷയുടെ സമയം തീരുന്നത് എപ്പോഴാണ്? മരണത്തോടു കൂടിയാണ് ഈ പരീക്ഷയുടെ സമയം അവസാനിക്കുക. റിസൾട്ട് വരുന്നത് പരലോകത്താണ്. അതുവരെ റിസൾട്ടിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. ഒരു വിദ്യാർത്ഥി പരീക്ഷ ഹാളിൽ കയറി കഴിഞ്ഞാൽ ആ വിദ്യാർത്ഥിയുടെ ഏറ്റവും നിർണായകമായ ഒരു സമയം ഏതാണ്? ഏറ്റവും ഭയപ്പാടുണ്ടാകുന്ന സമയം പേപ്പർ കിട്ടി എഴുതി അവസാന സമയം. ആദ്യമൊക്കെ ആത്മവിശ്വാസം ഉണ്ടാകും. 2 മണിക്കൂറുണ്ടല്ലോ, എഴുതാം, ആലോചിക്കാം, ഓർത്താ കിട്ടും എന്നൊക്കെയുള്ള ആത്മവിശ്വാസത്തിലാണ് എഴുതാൻ തുടങ്ങുന്നത്. പക്ഷെ 2 മണിക്കൂർ തീരാൻ 5 മിനിറ്റ് ബാക്കിയുള്ളപ്പോഴാണ് ആ കുട്ടി ഏറ്റവും വലിയ ആശങ്കയിലാകുന്നത്. കാരണം 5 മിനിറ്റേ ഉള്ളൂ. എഴുതാത്ത ആൻസറുകൾ ഒരുപാടുണ്ട്. അപ്പൊ ഈ സമയത്തിനുള്ളിൽ എഴുതി തീർക്കണം. എഴുതിയത് തെറ്റുണ്ടോ എന്ന് നോക്കണം. എന്ന് പറയും പോലെ നമ്മുടെയും ജീവിതത്തിലെ ഈ പരീക്ഷ, ജീവിതമാകുന്ന പരീക്ഷയിലെ ഏറ്റവും ആശങ്കയുണ്ടാകുന്ന സമയം എപ്പോഴാണ്? മരിക്കാൻ സമയത്ത്. ഇപ്പോഴൊന്നും നമ്മളിപ്പോ അയാളുടെ അടുത്തൊന്നും മരിക്കില്ല, നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. സമയം അറിയില്ലാത്തതിൽ കുഴപ്പമില്ല. ഏതായിരുന്നാലും മരണം മുന്നിലുണ്ട് എന്ന് അറിയുമ്പോൾ, അതായത് മാറാ രോഗങ്ങൾ വരുമ്പോൾ, അല്ലെങ്കിൽ ആക്സിഡന്റ് സംഭവിക്കുമ്പോൾ, അല്ലെങ്കിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് ഡോക്ടർ റിസൾട്ട് പറഞ്ഞു ഇതല്പം ശ്രദ്ധിക്കേണ്ടതാട്ടോ എന്ന് പറയുമ്പോഴാണ് നമുക്ക് മരണം മുന്നിലുണ്ടെന്നൊരു ചിന്ത വരിക. അപ്പോഴാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആശങ്ക ഉണ്ടായത്. അതുകൊണ്ടാണ് ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കുന്നതിനേക്കാൾ നമ്മുടെ അമലുകളെ ശരിപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുന്നത് മരിക്കുന്ന സമയത്താണ്. നമ്മുടെ അമലും മരിക്കുന്നവരുടെ അമലും. അതുകൊണ്ടാണ് മരണവും മരണാനന്തര ക്രിയകളും വളരെ കൃത്യമായി ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം. മരണം എന്നുള്ളത് സത്യത്തിൽ നമ്മൾ ഭയപ്പെടേണ്ട ഒരു കാര്യമല്ല. അൽ മൗതു തുഹ്ഫത്തുൽ മുഅ്മിൻ. മുഅ്മിനായ മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന സമ്മാനമാണ് മരണം. സമ്മാനം വാങ്ങുമ്പോൾ സന്തോഷിക്കുക വേണ്ട. ദുഃഖത്തോടുകൂടിയല്ലല്ലോ സമ്മാനം വാങ്ങാൻ വേണ്ടി പോകേണ്ടത്. വലിയൊരു സമ്മാനം അല്ലാഹു തരികയാണ് മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം. പരാജയപ്പെട്ട വിദ്യാർത്ഥിക്ക് കിട്ടുന്നത് പോലെയല്ല, വിജയിയായ ആൾക്ക് കിട്ടുന്ന സമ്മാനം വളരെ വിലപിടിപ്പുള്ള ഒരു സമ്മാനമായിരിക്കും. അത് വാങ്ങുകയാണ് ഒരു മുഅ്മിൻ തന്റെ മരണത്തിലൂടെ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ നമസ്കാരത്തെക്കുറിച്ച് ഏകദേശം മനസ്സിലാക്കി. ഒരു മരണം നമ്മുടെ ഇടയിൽ സംഭവിക്കുമ്പോൾ, നമ്മുടെ വീട്ടിലോ നാട്ടിലോ പരിചയത്തിലൊക്കെ ഒരു മരണം സംഭവിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു രോഗി മരണാസന്നനായി കിടക്കുമ്പോൾ നമ്മൾ സന്ദർശിക്കാൻ വേണ്ടി ചെന്നാൽ അന്ന് നമ്മുടെ വീട്ടിലുള്ള രോഗിയുടെ വിഷയത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ, അതൊന്ന് നമ്മൾ പെട്ടെന്ന് സാന്ദർഭികമായിട്ടൊന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതുമാണ്. കാരണം മരിക്കുന്നയാൾ അള്ളാഹുവിന്റെ അടുക്കലേക്ക് പോവുകയാണ്, പിന്നെ അയാളെ തിരിച്ചു കിട്ടൂല. അവിടെ ചെറിയ ചെറിയ പാളിച്ചകൾ പോലും അപകടം വരുത്തും. സൗദി അറേബ്യയിലേക്ക് പോകുന്ന ഒരാളുടെ ലഗേജിൽ അറിഞ്ഞായിട്ട് അറിയാതെ ആകട്ടെ നിരോധിക്കപ്പെട്ട എന്തെങ്കിലും വസ്തുക്കൾ ഉണ്ടെങ്കിൽ, ലഹരി വസ്തുക്കളോ മറ്റോ ഉണ്ടെങ്കിൽ എയർപോർട്ടിൽ പിടിക്കപ്പെട്ടാൽ കടുത്ത ശിക്ഷയാണ് അവിടെ. അതുകൊണ്ട് തന്നെ അങ്ങോട്ട് യാത്ര പോകുന്ന ആളും യാത്ര ആക്കുന്ന ആളുകളെ ലഗേജൊക്കെ നന്നായി ശ്രദ്ധിക്കും. എന്തെങ്കിലും അങ്ങനത്തെ ഉണ്ടോ നമ്മൾ നോക്കും.
അവസാനം വിമാനം കയറാൻ പറയുമ്പോൾ നിർത്തും പറയും, ആരും കൂട്ടുകാരും തന്ന പരിചയമില്ലാത്തവരും തന്നാ മേടിക്കുന്നുണ്ടോന്നൊക്കെ പറയും. ഇവിടെ ചെറിയൊരു പണിഷ്മെന്റാണ് കിട്ടുക, കുറച്ചാൾ ജയിലിൽ കിടക്കേണ്ടി വരും. പടച്ചവന്റെ അടുക്കലേക്ക് പോകുന്ന ഒരാൾക്ക് എന്തെങ്കിലുമൊക്കെ പോരായ്മകൾ സംഭവിച്ചാൽ സംഭവിക്കുന്നത് കാലാകാലത്തെ നരകമാണ്. അതുകൊണ്ട് അതീവ ശ്രദ്ധ നമുക്ക് അവിടെ ആവശ്യമുണ്ട്. പല വീടുകളിലും അല്ലെങ്കിൽ പലരിലും അറിവില്ലായ്മ കൊണ്ടോ അല്ലെങ്കിൽ അറിവുണ്ട് പക്ഷെ അറിവുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ തെറ്റായത് കൊണ്ടോ പലതൊക്കെ സംഭവിക്കാറുണ്ട്. അവിടെയാണ് ചില കാര്യങ്ങൾ നമ്മൾ സാന്ദർഭികമായിട്ട് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ഒരു രോഗിയെ സന്ദർശിക്കാൻ വേണ്ടി ചെന്നാൽ രോഗസന്ദർശനം എന്നുള്ളത് സുന്നത്താണ്. രോഗിയെ സന്ദർശിക്കാൻ ചെല്ലുമ്പോൾ രണ്ട് രീതിയിലുള്ള രോഗികളുണ്ടാവും. ഒന്ന് ജീവിച്ചിരിക്കാൻ സാധ്യതയുള്ള രോഗികളുണ്ടാവും, രണ്ട് മരണാസന്നനായ രോഗി ഉണ്ടാവും. രണ്ട് രോഗിയോടുള്ള നമ്മുടെ സമീപനം ഉണ്ടായിരിക്കണം. ജീവിച്ചിരിക്കാൻ സാധ്യതയുള്ള രോഗിയാണെങ്കിൽ അവരോടുള്ള സമീപനമല്ല മരിക്കാൻ പോകുന്ന ഒരാളോട്. മരിക്കാൻ പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് നമ്മൾ അല്ലാഹുവിന്റെ പ്രതീക്ഷ ഉണ്ടാക്കി കൊടുക്കണം. ചെല്ലുന്ന ആളുകൾ അദ്ദേഹത്തോട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടണം. രോഗിയോട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടണം. നമ്മൾ പ്രാർത്ഥിക്കാമെന്ന് മാത്രം പറഞ്ഞാൽ പോലെ രോഗികളുടെ പ്രാർത്ഥന അല്ലാഹു തആല സ്വീകരിക്കും. അല്ലാഹുവിന്റെ പ്രതീക്ഷ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഒരു സന്ദർശകൻ ആദ്യം ചെയ്യേണ്ടത്. അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, ദഖലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ഷാബി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു യുവാവിനെ സന്ദർശിക്കാൻ വേണ്ടി ചെന്നു. ഉഹൂഫിൽ മൗത്തി, അദ്ദേഹം മരണാസന്നനാണ്. ഫഖാല, അപ്പോൾ നബി ചോദിച്ചു, കൈഫ തജിദുക, എന്താണ് നിന്റെ മാനസികാവസ്ഥ, നിന്റെ മനസ്സിലെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചു. ഫഖാല, അദ്ദേഹം പറഞ്ഞു, അർജുല്ലാഹ്, എനിക്ക് അല്ലാഹുവിൽ പ്രതീക്ഷയുണ്ട് നബി, എനിക്ക് അല്ലാഹുവിൽ പ്രതീക്ഷയുണ്ട്, അല്ലാഹു എന്നെ കൈവിടില്ല എന്നുള്ള പ്രതീക്ഷ എനിക്കുണ്ട്. പക്ഷെ ഇന്നി അഖാഫു അലാ ദുനൂബി, എന്റെ പാപങ്ങളെ കുറിച്ച് എനിക്ക് പേടിയുണ്ട്. അപ്പൊ ഒരു സമ്മിശ്രമായ ഒരു അവസ്ഥയാണ് അദ്ദേഹത്തിൻ്റെത്. പ്രതീക്ഷയുണ്ട്, ഭയവുമുണ്ട്. അപ്പോൾ ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ നബി തങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു, ലാ യജ്തമിആനി ഫീ ഖൽബി അബ്ദിൻ ഫീ മിസ്ലി ഹാദൽ മൗതിനി, ഇതുപോലത്തെ ഒരു ഘട്ടത്തിൽ, ഒരു മരണാസന്നമായ ഒരു അവസ്ഥയിൽ ഒരു മുഅ്മിനായ മനുഷ്യനിൽ ഈ രണ്ട് അവസ്ഥകളും കൂടി ഒരുമിച്ച് കൂടി കഴിഞ്ഞാൽ ഇല്ലാ അഅതാഹുല്ലാഹു മാ യർജു, അയാൾ എന്താണോ പടച്ചവനിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ആ പ്രതീക്ഷിക്കുന്ന അല്ലാഹു തആല കൊടുക്കും. എന്താ പ്രതീക്ഷിക്കുന്നത്? അള്ളാഹുവിന്റെ റഹ്മത്ത്, അള്ളാഹുവിന്റെ സ്വർഗമൊക്കെയാണ്. ഇതൊക്കെ അല്ലാഹു തആല കൊടുക്കും. ആമനഹു മിമ്മാ യഖാഫു, അവൻ എന്തിനെയാണോ പേടിക്കുന്നത് അതിൽ അല്ലാഹു തആല നിർഭയത്വം കൊടുക്കും. എന്തിനെ പേടിക്കുന്നത്? പടച്ചവന്റെ അദാബിനെയും നരകത്തെയുമാണ് പേടിക്കുന്നത്, അതിൽ അല്ലാഹു നിർഭയത്വം കൊടുക്കുകയും ചെയ്യും. അപ്പൊ മരണാസന്നനായ ഒരു വ്യക്തിയിൽ ഉണ്ടാകേണ്ട മാനസികാവസ്ഥ എന്താണെന്ന് മനസ്സിലായി. ഭയവും വേണം, പ്രതീക്ഷയും വേണം. 50-50. ഇത് ജീവിച്ചിരിക്കുന്ന സമയത്ത് നമുക്കൊക്കെ ഉണ്ടാകേണ്ടത് എന്താണ്? ഭയവും പ്രതീക്ഷയും ജീവിച്ചിരിക്കുന്ന സമയത്ത് ഉണ്ടാകണം. മരണാസന്നനാകുന്ന സമയത്ത് പ്രതീക്ഷ കൂടണം, ഭയം കുറയണം. പ്രതീക്ഷ കൂടണം, ഭയം കുറയണം. ഇപ്പൊ നമുക്ക് വേണ്ടതുപോലെയല്ല മരിക്കാറാകുന്നത്. അന എന്താ ലന്നി അബ്ദി ബി എന്നാ പടച്ചോൻ പറഞ്ഞത്. എന്റെ അടിമ എന്നെ കുറിച്ച് എന്ത് വിചാരിക്കുന്നു ഞാൻ അതുപോലെ അവനോട് ഇടപെടും. ഞാൻ അവന്റെ റഹ്മത്ത് ചെയ്യുന്ന പ്രതീക്ഷയെങ്കിൽ ഞാൻ അവൻ റഹ്മത്ത് ചെയ്യും. അല്ല, ഞാൻ അവനെ അദാബ് ചെയ്യുന്നൊരു പ്രതീക്ഷ മാത്രമേ അവനുള്ളെങ്കിൽ ഞാൻ അവനെ അദാബ് ചെയ്യും. അപ്പൊ അള്ളാഹുവിനെ കുറിച്ച് നമുക്ക് വേണ്ടത് എന്താണ്? ഹുസ്നുൽ തന്നെ, നല്ല പ്രതീക്ഷ വേണം. മരിക്കാറാകുമ്പോൾ പ്രത്യേകിച്ചു അള്ളാഹുവിനുള്ള പ്രതീക്ഷ കൂടണം, ഭയം കുറയണം. അങ്ങനെ ഒരു മരണാസന്നനായ വ്യക്തിയുടെ അടുക്കൽ നമ്മൾ ചെന്നാൽ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, അദ്ദേഹത്തെ ഖിബലക്ക് നേരെ തിരിച്ചെടുക്കുക. മരണാസന്നനായ വ്യക്തി ഖിബലക്ക് നേരെ തിരിച്ചെടുക്കുക. അദ്ദേഹത്തിന്റെ ബെഡും അദ്ദേഹത്തിന്റെ റൂമും ഒക്കെ വൃത്തിയാക്കാൻ വേണ്ടി നജിസുകളിൽ നിന്ന് മുക്തമാക്കുക. കാരണം അവിടെ അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ വരേണ്ടതുണ്ട്. അവര് നജിസുള്ള സ്ഥലങ്ങളിൽ എന്ത് ചെയ്യില്ല, കടക്കില്ല. മലക്കുകൾ കടന്നു വരുന്നതിന് തടസ്സമായ എന്തെങ്കിലും മറ്റോ ഉണ്ടെങ്കിൽ, ജീവനുള്ള വസ്തുക്കളുടെ രൂപങ്ങൾ, അശുദ്ധിയായ വസ്തുക്കൾ, സ്ത്രീകൾ, ഇവരൊക്കെ എന്ത് ചെയ്യുക, മാറി നിൽക്കുക. മരിക്കാൻ സമയത്ത് റഹ്മത്തിന്റെ മലക്കുകൾക്ക് കടന്നു വരാൻ കഴിയുന്ന അവസ്ഥയിൽ അദ്ദേഹത്തിന്റെ റൂമും ഒക്കെ നമ്മൾ ആക്കി കൊടുക്കുക. ഖിബലക്ക് നേരെ തിരിച്ചു കിടത്തുക. അവിടെ നമ്മൾ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വാക്കാണ് ഇത്. എന്താ പറഞ്ഞു കൊടുക്കേണ്ടത്? ലാ ഇലാഹ ഇല്ലല്ലാഹ്. അബൂ സഈദുൽ ഖുദ്രി റളിയല്ലാഹു അൻഹു പറയൂ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഖീനു മൗതാകും ലാ ഇലാഹ ഇല്ലല്ലാഹ്. മൗതാക്കും എന്ന് പറഞ്ഞാൽ നിങ്ങളിൽ നിന്നുള്ള മരണമാസന്നമായ ആളുകൾക്ക് നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു കൊടുക്കണം. അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം,
അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു കൊടുക്കേണ്ടതില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മാത്രം പറഞ്ഞു കൊടുക്കും. കാരണം ഈ മനുഷ്യൻ മുസ്ലിമാണ്. ഒരാളെ മുസ്ലിം ആക്കാനാണ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹി നടക്കുന്നത്. ഇദ്ദേഹം മുസ്ലിമാണ്. ഇദ്ദേഹത്തിന്റെ അവസാന വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആകണം. അതിനുവേണ്ടിയാണ് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ ഒന്നാമത് ശ്രദ്ധിക്കേണ്ട കാര്യം അഷ്ഹദു കൂട്ടണ്ട, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മാത്രം പറഞ്ഞാൽ മതി. രണ്ട്, ഒരിക്കലും നിർബന്ധിക്കാൻ പാടില്ല. ഒന്ന് പറ വാപ്പ എന്നൊന്നും പറയരുത്. നമ്മൾ പറഞ്ഞാൽ മതി. അയാൾക്ക് തൗഫീഖ് ഉണ്ടെങ്കിൽ അയാൾ പറയും, ഇല്ലെങ്കിൽ പറയില്ല. തൗഫീഖ് ഇല്ലാത്ത ആള് പറഞ്ഞു കൊടുത്താലും പറയില്ല, നിർബന്ധിച്ചാലും പറയില്ല. അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ നമ്മൾ അടുത്തിരുന്ന് പറഞ്ഞാൽ മാത്രം മതി, അദ്ദേഹം അത് കേട്ട് പറഞ്ഞു. മൂന്ന്, ഒരു പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ ദുന്യവിയായ എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിക്കുന്നത് വരെ വീണ്ടും മടക്കി പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. കാരണം ഇത് പറയുന്നതിന്റെ ഉദ്ദേശം എന്താണ്? അദ്ദേഹത്തിന്റെ അവസാന വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അവസാനം അത് പറഞ്ഞിട്ട് പിന്നെയൊന്നും മിണ്ടുന്നില്ലെങ്കിൽ കുഴപ്പമില്ല, ഇനി പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. എന്തെങ്കിലും സംസാരിച്ചാൽ മാത്രം വീണ്ടും പറഞ്ഞു കൊടുത്താൽ മതി. നമ്മൾ അടുത്തിരുന്ന് പറഞ്ഞാൽ മാത്രം മതി, അത് കേട്ട് അദ്ദേഹം പറഞ്ഞു. പിന്നെ ചില ആളുകൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലുന്നത് നമ്മൾ കേൾക്കും. മരിക്കാൻ സമയത്ത് അടുത്തുണ്ടെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയും, നമ്മൾ കേൾക്കും. അപ്പൊ നമ്മൾ പറയും അദ്ദേഹം സ്വർഗത്തിലാന്ന് പറയും, കുഴപ്പമില്ല. ഇനി ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാതെ മരിച്ചാൽ നമ്മൾ എന്ത് പറയരുത്? നരകത്തിലാന്ന് പറയരുത്. നമ്മൾ പറഞ്ഞു കൊടുത്താലും ചില ആളുകൾ പറയില്ല. അങ്ങനെ ഒരാൾ മരിച്ചാൽ അയാളെ കുറിച്ച് നരകത്തിലാന്നും പറയരുത്. കാരണം ഒരാൾ അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ് മരിക്കുക എന്നുള്ളത്, പറഞ്ഞില്ല എന്നുള്ളത് അയാൾ നരകവാസിയാന്നുള്ളതിന്റെ അടയാളമൊന്നുമല്ല. പിന്നെ എന്തിനാണ് അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാൻ പറഞ്ഞത്? അവസാനം ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അയാൾക്ക് പ്രത്യേകമായ ഒരു പദവിയുണ്ട്. സ്വർഗത്തിലേക്ക് ആദ്യം കടക്കാൻ കഴിയും. ഇത് പറയാത്തവരൊന്നും സ്വർഗത്തിൽ കിടക്കില്ല എന്നല്ല, പറയാത്തവരും സ്വർഗത്തിൽ കിടക്കണം. ഈമാൻ ഉണ്ടായാൽ മതി, ഈമാനോടുകൂടി മരിച്ചാൽ മതി സ്വർഗത്തിൽ കിടക്കാൻ. ഇത് അവസാനം പറയാനുള്ള തൗഫീഖ് കിട്ടിക്കഴിഞ്ഞാൽ സ്വർഗത്തിൽ പ്രത്യേകമായൊരു പ്രവേശനം അല്ലാഹു തആല കൊടുക്കും. ആദ്യം പ്രവേശനം കൊടുക്കും, അതാ അതിന്റെ നേട്ടം എന്ന് പറയുന്നത്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞപ്പോൾ അവസാനം പറഞ്ഞ വാക്കെന്താണ്? അർ-റഫീഖൽ അഅല എന്ന് പറഞ്ഞത്. അർ-റഫീഖൽ അഅല, റഫീഖ് എന്ന് പറഞ്ഞാൽ കൂട്ടുകാരൻ, അഅല എന്ന് പറഞ്ഞാൽ ഉന്നതൻ. ഉന്നതനായ കൂട്ടുകാരൻ എന്ന് പറഞ്ഞിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യുന്നത്? നബിയുടെ അന്ത്യനിമിഷങ്ങൾ അങ്ങനെയാണല്ലോ. ആയിഷാബിയുടെ മടിയിൽ തലവച്ച് കിടന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്നത്. ശക്തമായ പനി, ഇടക്കിടക്ക് ബോധം കെടുന്ന അവസ്ഥയുണ്ടായിരുന്നു. ആയിഷാ ബീവി മിസ്വാക്ക് വേണമെന്ന് നബിതങ്ങൾ ആയിഷാബിയുടെ മിസ്വാക്കിൽ അബ്ദുറഹ്മാൻ കയറി വന്നു. ആയിഷാബിയുടെ ആങ്ങള സഹോദരൻ കയറി വന്നപ്പോ മിസ്വാക്കോടെ ഇരിപ്പുണ്ട്. നബി അങ്ങോട്ട് നോക്കി. അപ്പൊ ആയിഷാബി താങ്കൾക്ക് മിസ്വാക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചു. നബി ഉണ്ടെന്ന് ഇഷാറ ചെയ്തപ്പോ ആ മിസ്വാക്ക് വാങ്ങി ആയിഷാബിയുടെ നാവിൽ വെച്ച് ഒന്നും മയപ്പെടുത്തിയിട്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിസ്വാക്ക് ചെയ്ത് കൊടുത്തു. മരണാസന്നനായ വ്യക്തിക്ക് മിസ്വാക്ക് ചെയ്ത് കൊടുക്കാനുള്ള പ്രത്യേകം സുന്നത്താണ്. മരണവേദന കുറയാനത് കാരണമായി. അങ്ങനെ അടുത്തിരിക്കുന്ന വെള്ളം തൊട്ട് ശരീരം തടകുന്നുണ്ട്, ശരീരത്തെ മന്ത്രിച്ച് ഊതുന്നുണ്ട്. അങ്ങനെ ആ വേദനയുടെ ഘട്ടത്തിലാണ് റഫീഖൽ അഅല, ഉന്നതനായ കൂട്ടുകാരൻ എന്ന് പറഞ്ഞ് വിശ്വാസം വഫാത്തായി പോകുന്നത്. അപ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ് മരിച്ചുപോയി കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം നബിതങ്ങൾ അതിനേക്കാളും വലിയൊരു ദറജയിലാണ് ഉള്ളത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വിശ്വാസം ഊട്ടിയുറപ്പിക്കപ്പെട്ട ആളാണ് ആര്? നബിയെ സംബന്ധിച്ചിടത്തോളം നബി അള്ളാഹുവിന്റെ റഫീഖുൽ അഅലയാണ്, ഉന്നതനായ കൂട്ടുകാരനാണ് പടച്ചോ നബി തങ്ങളുടെ. ആ അള്ളാഹുലേക്കുള്ള ആ പോകൽ, അതിനെ ആഗ്രഹിച്ചുകൊണ്ടാണ് നബിതങ്ങൾ ലോകത്തും പോകുന്നത്. അതാണ് റഫീഖുൽ അഅല എന്ന് പറഞ്ഞ് ഇവിടെ പറയുന്നത്. അപ്പൊ നമ്മൾ അവരൊന്നും അല്ലെ നബിതങ്ങളോ അല്ലെ അങ്ങനെ ഉന്നതരായ ആളുകളോ അത് പറഞ്ഞില്ല എന്നുള്ളത് ഇതിനർത്ഥം എന്താണ്? അവർ അതിനേക്കാളും വലിയ ദറജയിലാണുള്ളത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ലോകത്തുനിന്ന് ഇവിടെ പറയുമ്പോൾ എന്ത് പറഞ്ഞിട്ടാ വഫാത്തായത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, തമൂതൂന കമാ തഈശൂൻ, നിങ്ങൾ എങ്ങനെയാണോ ജീവിക്കുന്നത് അതുപോലെ മരിക്കും. വതുബഅതൂന കമാ തമൂതൂൻ, എങ്ങനെയാണോ മരിക്കുന്നത് അതുപോലെ നിങ്ങളെ യാത്രയാക്കപ്പെടുകയും ചെയ്യും, അന്ത്യനാളിൽ യാത്രയാക്കപ്പെടുകയും ചെയ്യും. ജീവിതം എങ്ങനെയാണോ അങ്ങനെ മരിക്കും. ജീവിതത്തിൽ എങ്ങനെയായിരുന്നു അങ്ങനെ മരിക്കും. മരിച്ചത് എങ്ങനെയാണോ അങ്ങനെ നാളെ അന്ത്യനാളിൽ വരികയും ചെയ്യും. അപ്പൊ ജീവിതത്തിൽ ഒരു മനുഷ്യന് ദീനുമായി ബന്ധമുണ്ടെങ്കിൽ, ഈമാനും ഇസ്ലാമുമായിട്ട് ബന്ധമുണ്ടെങ്കിലാണ് അങ്ങനെ മരിക്കാൻ കഴിയുക.
അയാളുടെ ജീവിതത്തിൽ അയാൾ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണോ ആ കാര്യത്തിലാണ് അയാൾ മരിക്കുക. അപ്പൊ അയാൾക്ക് നിസ്കാരം ഇഷ്ടപ്പെട്ടയാള് ആ നിസ്കാരത്തിൽ മരിച്ചു, സുജൂദ് ഇഷ്ടപ്പെട്ടയാള് സുജൂദിൽ മരിച്ചു, ഖുർആൻ ഓതൽ ഇഷ്ടപ്പെട്ടയാള് ഖുർആൻ ഓതിക്കൊണ്ടിരുമ്പോൾ മരിച്ചു. അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. ഒരു നന്മയിലായിട്ടായിരിക്കും മരിക്കാൻ കഴിയും. തിന്മ ഇഷ്ടപ്പെട്ട ആളുകൾ തിന്മയിലായി മരിക്കും. ശരിയല്ലേ? അവര് തിന്മയിൽ ചിലപ്പോൾ മദ്യപിച്ചുകൊണ്ട് മരിക്കും, ബാറിൽ കിടന്ന് കുത്തുണ്ടാക്കിയിട്ട് മരിക്കും, മോഷണത്തിന് കയറുമ്പോൾ മരിക്കും. അങ്ങനെയൊക്കെ പല മരണങ്ങളും ഉണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം ഒരു പനിയുള്ള രാത്രിയിൽ കുളിച്ചു, അല്ല ഒരു തണുപ്പുള്ള രാത്രിയിൽ അദ്ദേഹം കുളിച്ചു. ആ കുളിച്ചതിനെ തുടർന്ന് അദ്ദേഹത്തിന് പനി പിടിച്ചു. 15 ദിവസത്തോളം അദ്ദേഹം വിശ്രമത്തിലെ വീട്ടിൽ ഇറങ്ങിയില്ല. ഉമർ റളിയല്ലാഹുവിനാണ് നമസ്കാരത്തിന് നേതൃത്വം കൊടുക്കുന്നത്. ആ പനിയാണ് അബൂബക്കർ റളിയല്ലാഹുവിന്റെ വഫാത്തിന് കാരണമായി തീർന്നത്. ഈ 15 ദിവസം ആളുകൾ ഇങ്ങനെ സന്ദർശകരായിട്ട് വന്നുകൊണ്ടേയിരുന്നു. അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു ചോദിക്കുന്നുണ്ട്, ഡോക്ടറെ വിളിക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പൊ അബൂബക്കർ റളിയല്ലാഹു ഡോക്ടർ വന്നു പോയല്ലോ എന്ന് പറഞ്ഞു. ഡോക്ടർ വന്ന് പോയി എന്ന് പറഞ്ഞു. അപ്പൊ എന്താ ഡോക്ടർ എന്താ പറഞ്ഞെന്ന് ചോദിച്ചു. ഡോക്ടർ പറഞ്ഞത് ഫഹാലില്യമായി ഡോക്ടർക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യുന്ന പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു. ആരാ ഡോക്ടർ? നമ്മൾ ഉദ്ദേശിക്കുന്ന ഡോക്ടറല്ല. ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനവന്റെ മരണങ്ങളെ കുറിച്ചുള്ള ചില സൂചനകൾ കിട്ടും. ചില ആളുകൾ പറയുമല്ലോ, ഞാൻ ഇനി പോവുകയാണ് എന്നൊക്കെ തലേദിവസം പറയും. നമുക്ക് പിറ്റേ ദിവസം മനസ്സിലാകുക, ഇനി എന്നെ ആശുപത്രി കൊണ്ടുപോകണ്ട, ഇനിയിപ്പോ അങ്ങോട്ട് വരുമെന്ന് തോന്നിയില്ല, നിന്റെ കല്യാണത്തിന് ഞാൻ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല, ഇങ്ങനെയൊക്കെ ചില വാക്കുകൾ പറയും. പക്ഷെ ആ അന്നേരം നമുക്ക് അതിന്റെ അർത്ഥം തിരിയില്ല, പിന്നെ അതിന്റെ അർത്ഥം തിരിയുള്ളൂ. അല്ലാഹു തആല അങ്ങനെ ചില ഇഷാറത്തുകൾ കൊടുക്കും. അബൂബക്കർ റളിയല്ലാഹു ഈ രോഗവേളയിലാണ് പറയുന്നത്, ഡോക്ടർ വന്നുപോയി, ഡോക്ടർ പറഞ്ഞത് ഡോക്ടർ ഇഷ്ടം പോലെ ചെയ്യുന്ന പറഞ്ഞിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ തൻ്റെ മകൾ ആയിഷാ ബിയെ വിളിച്ചുകൊണ്ട്, ആയിഷാ ബി ആ സമയത്ത് ഒരു പദ്യം ഇങ്ങനെ പാടുന്നുണ്ട് അബൂബക്കർ റളിയല്ലാഹു സാന്നിധ്യത്തിൽ വെച്ചുകൊണ്ട്. അപ്പോ ഇങ്ങനെ പറയുന്നുണ്ട് അബൂബക്കർ റളിയല്ലാഹു, മോളെ അതല്ല പാടേണ്ടത്, ഇങ്ങനെ പറ, വജാഅത്ത് സക്രത്തുൽ മൗതി വജാഅത്ത് സക്രത്തുൽ മൗതി ദാലിക മാ കുന്ത മിൻഹു തഹ്ബിൽ ഹഖി ദാലിക മാ കുന്ത മിൻഹു തഹീദ്. സൂറത്തു ഖാഫിലെ 19ാമത്തെ ആയത്ത്. ഇത് ഓതുകയാണ് അബൂബക്കർ റളിയല്ലാഹു. അതിന്റെ അർത്ഥം എന്താ? വജാഅത്ത് സക്രത്തുൽ മൗതി, മരണത്തിന്റെ സക്രത്ത്, സക്രാത്തുൽ മൗത്ത് എന്ന് പറയില്ലേ, മരണത്തിന്റെ സക്രത്ത് വന്നു കഴിഞ്ഞു. ബിൽ ഹഖി, അത് സത്യമായിട്ടും അത് വന്നു കഴിഞ്ഞു. മരിക്കാൻ സമയത്ത് അദ്ദേഹം പറയുന്ന വാക്കതാണ്, വജാഅത്ത് സക്രത്തുൽ മൗതി ബിൽ ഹഖി ദാലിക മാ കുന്ത മിൻഹു തഹീദ്. അത് നീ ഓടി ഒളിച്ചിരുന്നതാണ്, ഈ മരണത്തിൽ നിന്നാണ് നീ ഓടി ഒളിച്ചിരുന്നത്, ആ മരണം നിനക്ക് വന്നു കഴിഞ്ഞു. ഇതാണ് അബൂബക്കർ റളിയല്ലാഹു അവസാനം പറയുന്നത്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ കേട്ടോ കേട്ടില്ലോ എന്നുള്ള വിഷയം, അവരൊക്കെ അതിനേക്കാൾ ഉയർന്നൊരു ദർജയിലാണ്. ഈ മരണവുമായി ബന്ധപ്പെട്ട സക്രത്തുൽ മൗത്ത് വന്നു എന്ന് പറയാണ് ചെയ്യുന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, ആയിഷ ബി വിളിച്ച് പറയുന്നുണ്ട്, മോളെ ഞാൻ ഖലീഫയാകുന്ന സമയത്ത് എന്റെ സമ്പത്ത് എത്രയാണോ അതിൽ നിന്നും ഒരു ദിർഹമെങ്കിലും കൂടുതൽ ഇപ്പോൾ എനിക്കുണ്ടെങ്കിൽ അത് അടുത്ത ഖലീഫയുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചേക്കണം. അതെനിക്ക് അർഹതയില്ല. ഖലീഫയാകുമ്പോ എത്രയുണ്ടോ അത്രയും മതി, അതിനേക്കാൾ ഒരു ദിർഹം കൂടുതലുണ്ടെങ്കിലും അടുത്ത ഖലീഫേനെ ഏൽപ്പിച്ചേക്കണം. ആയിഷ റളിയല്ലാഹു അതെല്ലാം ഉമർ റളിയല്ലാഹു ഏൽപ്പിക്കുന്നുണ്ട്. ഒരു തോട്ടമുണ്ട് ആയിഷ ബീവിക്ക്, അബൂബക്കർ റളിയല്ലാഹു കൊടുത്ത തോട്ടം. അബൂബക്കർ റളിയല്ലാഹു അവസാനം ഇതും കൂടി പറഞ്ഞു, മോളെ ആ തോട്ടവും നിന്റെ കയ്യിലിരിക്കുന്ന എനിക്ക് ഇഷ്ടമല്ല, ആ തോട്ടം കൂടി എന്ത് ചെയ്യണം, കൊടുക്കണമെന്ന് പറഞ്ഞത് കൊടുക്കുകയും ചെയ്തു. എന്നിട്ട് പറഞ്ഞു, എന്നെ ഇന്ന് ഏത് ദിവസമാണെന്ന് ചോദിച്ചു ആയിഷ ബിയോട്. അപ്പൊ പറഞ്ഞു, ഇന്ന് തിങ്കളാഴ്ചയാണെന്ന് പറഞ്ഞു. എന്നാൽ ഇന്ന് മരിക്കാനാണ് എനിക്കിഷ്ടം, കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചത് ഇതുപോലൊരു തിങ്കളാഴ്ചയാണ്. ഇതൊക്കെ മരിക്കുന്നതിന് മുമ്പ് പറയുന്ന കാര്യമാണ്. ഒരാൾ ആ മരണത്തെക്കുറിച്ചുള്ള തയ്യാറെടുപ്പും ആ ഒരു ബോധം ഉണ്ടാകുമ്പോൾ. എന്നിട്ട് പറഞ്ഞു, എന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര വസ്ത്രത്തിലാണ് കഫൻ ചെയ്തതെന്ന് ചോദിച്ചു. അപ്പൊ ആയിഷ പറഞ്ഞു, 3 വസ്ത്രത്തിലാണ് കഫൻ ചെയ്തത്, എന്നാൽ എന്നെയും അതുപോലെ ഒരു 3 വസ്ത്രത്തിൽ കഫൻ ചെയ്താൽ മതി എന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു ആ സമയത്ത് പറയുന്നുണ്ട്. എന്നിട്ടാണ് ഈ എന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ കബറടക്കണമെന്നും പറഞ്ഞു, നിന്റെ വീട്ടിൽ നബിയുടെ ചാരത്ത് തന്നെ കബറടക്കണമെന്നും പറഞ്ഞിട്ട് ഇങ്ങനെ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുക. വീണ്ടും ഖുർആൻ ഓതുകയാണ്. ഖുർആൻ ഓതി തവഫനി മുസ്ലിമൻ വഅൽഖിനി ബിസ്സാലിഹീൻ ഇത് പറഞ്ഞപ്പോഴാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു വഫാത്താകുകയാണ്. അതിന്റെ അർത്ഥം എന്താ? സൂറത്ത് യൂസുഫിലെ 101ാമത്തെ ആയത്താണ്. തവഫനി മുസ്ലിമൻ, എന്നെ നീ മുസ്ലിമായി മരിപ്പിക്കണമേ, വഅൽഖിനി ബിസ്സാലിഹീൻ, എന്നെ നീ സാലിഹീങ്ങളോട് ചേർക്കണമേ. യൂസുഫ് നബി അലൈഹി സ്വലാം ചെയ്ത ദുആയാണ്, റബ്ബിഖദ് ആതൈതനി മിനൽ മുൽക്കി, എനിക്ക് നീ രാജാധികാരം നൽകി ഈജിപ്തിന്റെ, വഅല്ലംതനി മിൻ തഅവീലിൽ അഹാദീസ്, സ്വപ്ന വ്യാഖ്യാനം എന്നെ നീ പഠിപ്പിച്ചു,
പക്ഷെ ഇതൊന്നും പോരാ, എനിക്ക് വേണ്ടത് തവഫനി മുസ്ലിമൻ, എന്നെ നീ മുസ്ലിമായി മരിപ്പിക്കണം, വാൽഹിഖ്നി ബിസ്വാലിഹീൻ, സാലിഹ്യങ്ങളോട് എന്നെ നീ ചെറുക്കുകയും വേണം. ഇത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഓതുകയാണ്. മനസ്സിലായില്ലേ? അപ്പൊ ഞാൻ ഈ പറഞ്ഞതിനർത്ഥം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞോ എന്നല്ല, അവരൊക്കെ അതിനേക്കാളും വലിയ ഉന്നതമായ ദർജയിലാണ്. അങ്ങനെ ഹിജ്റയുടെ 13-ാം വർഷം ജമാദുൽ ആഖിർ മാസം 21-ാം തീയതി തിങ്കളാഴ്ച ദിവസം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ലോകത്തോട് വിട പറയുക. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അവസാനത്തെ വാക്ക് എന്താണ്? ഉമർ റളിയല്ലാഹു തആല വഫാത്താവുന്ന എപ്പോഴാണ്? സുബഹി നമസ്കാരത്തിന് ഇമാമ് നിൽക്കുന്ന സമയത്താണ് ഉമർ റളിയല്ലാഹു അൻഹു വഫാത്താകുന്നത്. ഹിജ്റയുടെ 23-ാം വർഷം. ഹിജ്റയുടെ 13-ാം വർഷം അബൂബക്കർ റളിയല്ലാഹു അൻഹു മരിച്ചു. 23-ാം വർഷം ദുൽഹിജ്ജ മാസം 26-ാം തീയതിയാണ് ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ വഫാത്ത് സംഭവിക്കുന്നത്. ഉമർ റളിയല്ലാഹു അൻഹു ഹജ്ജിന് വേണ്ടി വന്നു. ആ വർഷം ദുൽഹിജ്ജ എന്ന് പറഞ്ഞ ഹജ്ജിന്റെ മാസമാണല്ലോ. ഹജ്ജിന് വേണ്ടി വന്നു. ഹജ്ജ് കഴിഞ്ഞു മക്കയിൽ ഇങ്ങനെ മലർന്നു കിടന്നിട്ട് പടച്ചവനോട് പറഞ്ഞു, അല്ലാഹുമ്മ കബറത്തു സിന്നി, പടച്ചവനെ എന്റെ വയസ്സൊക്കെ ഒരുപാടായി. എത്ര വയസ്സുണ്ട്? അബൂബക്കർ റളിയല്ലാഹു അൻഹു വഫാത്തായത് 63 വയസ്സ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 63 വയസ്സ്. ഉമർ റളിയല്ലാഹു അൻഹു 63 വയസ്സുള്ള പോലെ എന്റെ വയസ്സൊക്കെ കൂടി. നമുക്ക് 63 വയസ്സായാലും ആരെങ്കിലും കിളവൻ എന്ന് വിളിച്ച ഇഷ്ടമല്ല. നമ്മളെ തോന്നൽ നമ്മളിപ്പോൾ വെറുതെ യുവാവാണെന്നാ തോന്നുന്നത്. ഉമർ റളിയല്ലാഹു അൻഹു പ്രാർത്ഥന, പടച്ചവനെ എന്റെ പ്രായമൊക്കെ കൂടി, ശക്തിയൊക്കെ ക്ഷയിച്ചു. പഴയ ഉമറല്ലപ്പ ഞാന്, പണ്ടൊക്കെ മക്കയിലെ വില്ലാളി വീരനായിരുന്നു. ഇപ്പൊ എന്റെ ശക്തിയൊക്കെ ക്ഷയിച്ചു. ഒന്തസ്ഥലത്ത് റയ്യത്തി, എന്റെ ഭരണീയർ ഒരുപാട് കൂടി. ഭരണപ്രദേശം ഇപ്പോ ഈജിപ്റ്റ് മുതൽ സൈപ്രസ് വരെയുള്ള ഇസ്ലാമിക രാജ്യത്തിന്റെ ഖലീഫയാണ് ഞാൻ. ഒരുപാട് ഭരണീയരുണ്ട്. അതുകൊണ്ട് എനിക്കിനി പറ്റൂല റബ്ബേ. അതുകൊണ്ട് ഫഖ്ബിൽനിയിലേക്ക് എന്നെ നീ പിടിക്കണം, നിന്നിലേക്ക് നീ എന്നെ പിടിക്കണം. വൈറ മുളയ്യിൻ വലാ മുഫരിത്ത്, ഇനി ഞാൻ ജീവിച്ചിരുന്നാൽ എന്തെങ്കിലുമൊക്കെ പാളിച്ചകൾ സംഭവിക്കും, ഇനി ജീവിച്ചിരുന്നാൽ എന്തെങ്കിലും വീഴ്ചകൾ സംഭവിക്കും. അതിനുമുമ്പ് നീ എന്നെ എന്ത് ചെയ്യണം? പിടിക്കണം എന്ന് പ്രാർത്ഥിക്കാം. പിടിച്ചാൽ മാത്രം പോരാ, എന്നെ നീ ഷഹീദാക്കി മരിപ്പിക്കണം. അള്ളാഹുവിന്റെ റസൂലിന്റെ മദീനയിൽ മരിപ്പിക്കുകയും വേണം. സത്യത്തിൽ അത് വിപരീതമായൊരു ചോദ്യമാണ്. മദീനയിൽ ഷഹീദായി മരിക്കൂല. ഷഹീദായി മരിക്കുന്ന യുദ്ധം നടക്കണം. മനസ്സിലായില്ലേ? ഇത് രണ്ടും നടന്നു. എങ്ങനെ നടന്നത്? ഉമർ റളിയല്ലാഹു അൻഹു വഫാത്താകുന്നത് കുത്തേറ്റിട്ടാണ്. സുബഹി നമസ്കാരത്തിന് ഇമാമത്ത് നിന്നു. ആദ്യത്തെ റക്അത്ത് നിസ്കരിച്ചു. രണ്ടാമത്തെ റക്അത്തിലേക്ക് എഴുന്നേറ്റ് നിന്നു. അപ്പോൾ അബൂ ലുഅലത്ത് എന്ന് പറയുന്ന ഒരു മജൂസി, അബൂ ലുഅലത്ത്, ലുലു എന്ന് പറയില്ലേ, ലുലു, ഈ ലുലു ആണ് ലുലു ആയി മാറിയത് കേട്ടോ. ഖുർആനിലുണ്ട് ലുലു എന്ന്, ഖുർആനിലില്ലേ ലുലു ആണ് ലുലു. അത് അറബിയിൽ എഴുതുമ്പോൾ ലുലു എന്ന് തന്നെ വരിക. ഈ അബൂ ലുലു ആണ് ആരെ കൊന്നത്? അയാൾ മജൂസിയായിരുന്നു. അയാളുടെ വൈരാഗ്യം, അയാൾ മുഗീറത്ത് ഇബ്നു ശുഅബ എന്ന് പറയുന്ന ഒരു സഹാബിയുടെ കീഴിലുള്ള അടിമയായിരുന്നു. അപ്പൊ മുഗീറത്ത് ഇബ്നു ശുഅബ എന്ന് പറയുന്ന യജമാനിന് വേണ്ടി പണിയെടുക്കണം. ഈ പണിയെടുക്കുന്നതിന്റെ ഇദ്ദേഹത്തെ മോചിപ്പിക്കപ്പെട്ടു കഴിഞ്ഞാൽ അതൊരു വിഹിതം കൊടുക്കുകയും വേണം, അടിമത്ത മോചനത്തിന്. അപ്പൊ ആ മുഗീറയ്ക്ക് വേണ്ടി കൊടുക്കേണ്ട വിഹിതം മുഗീറ നിശ്ചയിച്ചു. ഇത്രയും എനിക്ക് തരണം, പണിയെടുത്തിട്ട് ഇത്രയും എനിക്ക് തരണം എന്ന് നിശ്ചയിച്ചു. അപ്പൊ ഇയാൾ ചെന്ന് ഉമറിനോട് പരാതി പറഞ്ഞു, എന്റെ യജമാനൻ ചോദിക്കുന്ന വലിയ സംഖ്യയാണ്, അത്രയൊന്നും കൊടുക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല എന്ന് പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു അന്വേഷിച്ചപ്പോൾ ഇയാൾക്ക് അബൂ ലുഅലത്തിന് നന്നായി പണിയെടുക്കാൻ അറിയാം, നല്ല വരുമാനമുണ്ട് ഡെയിലി. അതുകൊണ്ട് മുഗീറ യജമാനൻ ചോദിക്കുന്നത് കൊടുക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല, ലുലു പറയുന്ന കള്ളമാണ് എന്ന് ഉമർ റളിയല്ലാഹു അൻഹു ബോധ്യപ്പെട്ടു. ഒന്നുകൊണ്ട് കുറച്ചു കൊടുത്തില്ല, അത്രയും തന്നെ കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. ഈ വാശി ആർക്കുണ്ടായി? ഈ മജൂസിക്ക് ഉണ്ടായി. ആ വാശിക്ക് പകരം വീട്ടാൻ വേണ്ടി ഇയാൾ കാത്തിരുന്നു. കടാരയുമായി മദീന പള്ളിയിൽ ഉമർ റളിയല്ലാഹു അൻഹു സുബഹി നമസ്കാരത്തിന് വരുന്നത് കാത്തിരുന്നു. രണ്ടാമത്തെ റക്അത്തിലേക്ക് എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ഈ മജൂസി നടന്നു ചെന്ന് ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെ കുത്തി എന്ന് പറഞ്ഞാൽ പല പ്രാവശ്യം കുത്തി. ഉമർ റളിയല്ലാഹു അൻഹു വീണു. സഹാബാക്കൾ പിടിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ഇയാളെ സഫിന്റെ ഇടയിലൂടെ നടന്ന് പലരെ കുത്തി. 13 പേര് ഷഹീദായി. മഹ്സാൻ മാത്രമല്ല, സുബഹി നിസ്കരിച്ചുകൊണ്ടിരുന്ന 13 പേരെ ഇയാൾ കുത്തി വീഴ്ത്തി, ഷഹീദായി. ആലോചിച്ചു. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു കുത്തേറ്റു വീഴാൻ പോയപ്പോ തന്നെ എന്ത് ചെയ്യുന്നറിയാം, പുറയിൽ നിന്ന് അബ്ദുറഹ്മാനും ഔഫ് റളിയല്ലാഹു അൻഹു പിടിച്ച് മിഹ്റാബിലേക്ക് മുമ്പിലേക്ക് കയറ്റി നിർത്തി. നമ്മളെ നിസ്കാരത്തിന്റെ കാര്യം ആലോചിക്കണേ. നമുക്കൊരു തലവേദന വന്നാലപ്പ ഇത് കുത്തേറ്റ് വീഴുന്ന മനുഷ്യൻ ഉമർ റളിയല്ലാഹു അൻഹു തന്റെ സ്ഥാനത്തേക്ക് പുറകിൽ നിന്ന് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിനെ പിടിച്ച് കയറ്റി ഇമാമായി നിർത്തി. എന്നിട്ടാണ് വീഴണം.
സഹാബത്തിൽപ്പെട്ട 13ഓളം പേര് ഈ പറഞ്ഞ പോലെ കുത്തേറ്റ് വീണു. ഇയാള് ആത്മഹത്യ ചെയ്തു. ഈ അബുലൂലത്ത് എന്ന് പറയുന്ന മജൂസി ആത്മഹത്യ ചെയ്യുകയും ചെയ്തു. അയാളങ്ങനെ മരണപ്പെട്ടു. ഉമർ റളിയല്ലാഹു അൻഹു രക്തത്തിൽ കുളിച്ച് കിടക്കുകയാണ്. വയറൊക്കെ കുത്തി കീറിയിട്ടുണ്ട്. സഹാബത്ത് പാലൊഴിച്ചു കൊടുത്തു, വെള്ളം ഒഴിച്ചു കൊടുത്തു. അപ്പൊ വയറ്റി കൂടെ പോരുകയാണ്, ഒന്നും നിൽക്കുന്നത്. അപ്പൊ അവർക്ക് മനസ്സിലായി ആള് ജീവിച്ചിരിക്കില്ല എന്ന് മനസ്സിലായി. ബോധം കിട്ടും ഉമർ റളിയല്ലാഹു അൻഹു. ബോധം വന്നപ്പോ ചോദിച്ചത് അസ്സല അസ്സല, ആ നിസ്കാരം എന്ത് ചെയ്തു? നിസ്കാരം സുനിസ്കാരത്തിലാണല്ലോ ഞാൻ വീണത്, ആ നിസ്കാരം നിങ്ങൾ എന്ത് ചെയ്തു എന്നാ ചോദിക്കുന്നത്. അപ്പൊ അവര് പറഞ്ഞു ഞങ്ങൾ നിസ്കരിച്ചു. അബ്ദുറഹ്മാനെ ഇമാമത്ത് നിർത്തിയിട്ടാണല്ലോ അങ്ങ് വീണത്, ഞങ്ങൾ നിസ്കരിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ എന്റെ നിസ്കാരം ഞാനത് പൂർത്തീകരിച്ചില്ലോ. ഉടനെ ഉമർ റളിയല്ലാഹു അൻഹു തുണി കൊണ്ട് തന്റെ മുറിവുകൾ വച്ച് കെട്ടിയിട്ട് അവിടെ ഇരുന്ന് നിസ്കരിച്ചു. ഒരു കാര്യം കൂടി പറഞ്ഞു, ലാ ഹല്ല ഫിൽ ഇസ്ലാമി ലിമൻ തറക സലാ, നിസ്കാരം ഉപേക്ഷിക്കുന്നവന് ഇസ്ലാമിൽ ഒരു സ്ഥാനവും ഇല്ലെന്ന് അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്കാണ്. നമ്മൾ എപ്പം ആലോചിക്കണം. ഈ കുത്തേറ്റ് വീണ മനുഷ്യൻ രണ്ടാമത്തെ റക്അത്തിൽ തന്റെ നമസ്കാരം പൂർത്തീകരിക്കാൻ വേണ്ടി നിങ്ങളൊക്കെ നിസ്കരിച്ചോ എന്ന് ചോദിച്ചിട്ട് മുറിവിൽ തുണി വെച്ച് കെട്ടി രണ്ടാം സുബഹി നിസ്കരിക്കുന്ന സമയത്താണ് നിസ്കരിക്കാൻ പോകുമ്പോഴാണ് പറഞ്ഞത് ലാ ഹല്ല ഫിൽ ഇസ്ലാമി ലിമൻ തറക സലാ, നിസ്കാരം ഉപേക്ഷിക്കുന്നതിന് ഇസ്ലാമിൽ ഒരു സ്ഥാനവും ഇല്ല. നമ്മളൊക്കെ നിസ്കാരത്തിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കാം. അബ്ദുല്ലാഹി ഉമർ റളിയല്ലാഹുവിന്റെ മകൻ പാപ്പാനെ മടിയിൽ ഇങ്ങനെ തലവെച്ച് കിടക്കുകയാണ്. അപ്പോൾ ഉമർ റളിയല്ലാഹു പറഞ്ഞു, നിന്റെ മടിയിലല്ല തല വെക്കേണ്ടത്, അള്ളാഹുവിന്റെ ഭൂമിയിലേക്ക്, മണ്ണിലേക്ക് എന്റെ തല വെക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ അബ്ദുള്ള ചോദിച്ചു, വാപ്പ നിലത്ത് വെച്ചാലും എന്റെ മടിയിൽ വെച്ചാലും കണക്കല്ലേ, ഒരുപോലെയല്ലേ എന്ന് ചോദിച്ചു. അല്ല, നിന്റെ മടിയിൽ വെക്കണ്ട, ഈ ഭൂമിയിലേക്ക്, അള്ളാഹുവിന്റെ ഭൂമിയിലേക്ക് എന്റെ തല മടി ഈ മുഖം ഇറക്കി വെക്കാൻ വേണ്ടി പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, മോനെ പാപ്പയുടെ കടമൊന്നും ഇന്ന് നോക്കണം, പാപ്പയുടെ കടം നോക്കണം, പാപ്പാക്ക് കട എത്രയുണ്ടെന്ന് നോക്കണം. ആ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു 86,000 ദിർഹം കടമുണ്ട്. ഇതൊന്നും ഉമർ റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് ചെലവിന് വേണ്ടി മേടിച്ച കട അല്ല, അതും ആലോചിക്കണം. ഈ കട മുഴുവനും മുസ്ലിമീങ്ങളുടെ പ്രശ്നത്തിൽ ഇടപെട്ടിട്ടുണ്ടായ കടമാണ്. രണ്ടുപേരെ തമ്മിൽ സാമ്പത്തിക പ്രശ്നത്തിൽ തർക്കമുണ്ടെങ്കിൽ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ഏറ്റെടുത്തു, ഞാൻ തന്നേക്കാന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, അവരെ പ്രശ്നം തീർന്നു. ഇങ്ങനെ മസ്ലഹത്ത് നടത്തി ഉണ്ടായ കടമാണ് 86,000 ദിർഹം. എന്നിട്ടും പറഞ്ഞു, മോനെ ഈ കടം എന്റെ സ്വത്തിന് വീട്ടണം, തികഞ്ഞില്ലെങ്കിൽ നിന്റെ സ്വത്ത് എടുക്കണം, തികഞ്ഞില്ലെങ്കിൽ നമ്മുടെ ഗോത്രം ബനു അദീ ഗോത്രത്തോട് ചോദിക്കണം, ഇല്ലെങ്കിൽ ഖുറൈശിനോട് ചോദിക്കണം, എന്നിട്ട് എന്റെ കടം വീട്ടണമെന്ന് പറഞ്ഞ് ഉമർ റളിയല്ലാഹു തആല അൻഹു അവസാന നിമിഷം ആയിഷാബി ഒരു കാര്യം കൂടി പറഞ്ഞു മോനോട്, മോനെ നീ ആയിഷാബിയുടെ അടുക്കലേക്ക് ചെല്ലണം, എന്നിട്ട് അമീറുൽ മുഅ്മിനീൻ പറഞ്ഞു എന്ന് പറയരുത്, ഉമർ പറഞ്ഞു എന്ന് പറഞ്ഞൊരു കാര്യം ചോദിക്കണം. ഇപ്പൊ ഞാൻ അമീറുൽ മുഅ്മിനീൻ അല്ല, എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല, ഞാൻ മരണാസന്നനാണ്, ഇപ്പൊ ഞാൻ ഉമറാണ്. ഉമർ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ആയിഷാബിയുടെ വീട്ടില് അബൂബക്കറിന്റെ വിശ്വാസിന്റെ ചാരത്ത് ഉമറിനൊരു ഖബറ് തരണമെന്ന് നീ എന്ത് ചെയ്യണം, ആയിഷാബിയുടെ ചോദിക്കണം. ഈ വിവരം പറയാൻ വേണ്ടി അബ്ദുള്ള ചെല്ലുമ്പോൾ ആയിഷാബി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അബ്ദുള്ള ചോദിച്ചു, ആയിഷാബി സമ്മതിക്കുകയും ചെയ്തു, ഉമർ അള്ളാഹിനോട് ഖബർ എടുക്കാൻ വേണ്ടി സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ആയിഷാബിയുടെ വീട്ടിൽ വിശ്വാസികൾക്കും അബൂബക്കറിനും ഒപ്പം ഉമർ റളിയല്ലാഹുവിന്റെ ഖബർ ഒരുക്കപ്പെട്ടു. ഇവിടെ ഉമർ റളിയല്ലാഹുവിന്റെ അവസാന നിമിഷം എങ്ങനെയാണ്, നമസ്കാരത്തിലാണ്. എങ്ങനെയാണ്? അപ്പൊ നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു മരിച്ചോ എന്നുള്ളതല്ല, അവരുടെ നമസ്കാരത്തിൽ, അതാണ് നമസ്കാരത്തിന്റെ ഗൗരവം പോലും പറഞ്ഞിട്ട് നമസ്കാരത്തിലാണ് അദ്ദേഹത്തിന്റെ അന്ത്യം സംഭവിക്കുന്നത്. ആ ഒരു അവസ്ഥയിലാണ്. അപ്പൊ ആര് എന്ത് ഇഷ്ടപ്പെടുന്നോ ആ ഒരു അവസ്ഥയിൽ മരിക്കും. ദുനിയാവിനെ ഇഷ്ടപ്പെട്ടവൻ ദുനിയാവിന്റെ അവസ്ഥയിൽ മരിക്കും. ആഖിറത്തെ ഇഷ്ടപ്പെട്ടവൻ ചിലർ കടയിലിരുന്ന് മരിക്കും, ചിലർ പള്ളിയിലിരുന്ന് മരിക്കും. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്ത് എങ്ങനെയാണ്? ഉസ്മാൻ റളിയല്ലാഹു അൻഹു അബൂബക്കർ റളിയല്ലാഹു അൻഹു മാത്രമേ മരിച്ചിട്ടുള്ളൂ, ബാക്കിയുള്ളവരൊക്കെ കൊല്ലുകയാണ് ചെയ്തത്. ഉമർ റളിയല്ലാഹു ഇതുപോലെ കൊന്നു. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ കൊന്നത് കലാപകാരികളാണ്. അദ്ദേഹത്തിന്റെ വീട് ഉപരോധിച്ചു. വീട് ഉപരോധിച്ചു എന്ന് പറഞ്ഞാൽ 600 ആളുകൾ ഈജിപ്തിൽ നിന്ന് വന്നു, 250 ആളുകൾ ഇറാഖിൽ നിന്നും വന്നു ഉമർ റളിയല്ലാഹുവിന്റെ വീട് ഉപരോധിക്കാൻ വേണ്ടി. വീട് ഉപരോധിച്ച് അദ്ദേഹത്തെ പുറത്തു വിട്ടില്ല. വെള്ളിയാഴ്ച ഉമർ റളിയല്ലാഹുവിന്റെ നോമ്പാണ്, വ്യാഴാഴ്ച നോമ്പാണ്, ഉസ്മാൻ റളിയല്ലാഹുവിന്റെ നോമ്പാണ്. വീട്ടില് അകത്തുള്ളത് ഭാര്യ നായിലയും ഉസ്മാൻ റളിയല്ലാഹുവിനുമാണ്. ഈ കലാപകാരികള് ഭക്ഷണം കഴിക്കാൻ സമ്മതിച്ചില്ല, വെള്ളം വീട്ടിലേക്ക് കൊണ്ടുവരാൻ സമ്മതിച്ചില്ല. അന്ന് നോമ്പ് തുറക്കാൻ കഴിഞ്ഞില്ല. പിറ്റേന്ന് രാവിലെ കലാപകാരികൾ ചെറിയ മയക്കത്തിലായ സമയത്ത് നായില ഉസ്മാൻ റളിയല്ലാഹുവിനോട് പറഞ്ഞു, ഇവരൽപ്പം മയക്കത്തിലാണ്, ഞാൻ അയൽവക്കത്ത് കുറച്ച് വെള്ളം മേടിച്ചുകൊണ്ടിട്ടെ, നിങ്ങൾ ഇന്നലെ നോമ്പ് തുറന്നിട്ടില്ലല്ലോ,
വെള്ളിയാഴ്ച നേരം വെളുത്തു, വ്യാഴാഴ്ചത്തെ നോമ്പ് തുറന്നിട്ടില്ല. അപ്പോഴാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, വേണ്ട, ഇന്നലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നം കണ്ടിരുന്നു, നബി വന്നിരുന്നു, എനിക്ക് വെള്ളം തന്നിട്ടുണ്ട്, ഞാൻ വെള്ളം കുടിച്ചിട്ടുണ്ട്, വിശ്വാസം നിന്ന് വെള്ളം കുടിച്ചിട്ടുണ്ട്. എന്നോട് പറഞ്ഞു, ഉസ്മാനെ, നിന്റെ ചുറ്റും കൂടിയിരിക്കുന്ന കലാപകാരികളെ നിനക്ക് വേണമെങ്കിൽ തോൽപ്പിക്കാം, പക്ഷെ നീ അവരാൽ രക്തസാക്ഷിയാകുകയാണെങ്കിൽ എൻ്റെ അടുക്കിലേക്ക് നിനക്ക് വരാം, ഇന്ന് നമുക്ക് ഈ വെള്ളിയാഴ്ചത്തെ നോമ്പ് സ്വർഗത്തിൽ തുറക്കാം എന്ന് എന്നോട് ഒരു വിശ്വാസം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വെള്ളം വേണ്ട, ഞാനിത് തിരഞ്ഞെടുക്കുകയാണ് എന്ന് പറഞ്ഞ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു വീട്ടിൽ നിന്നു. ആ സമയത്ത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ചുറ്റും കൂടിയവരോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാ എന്നെ കൊല്ലുന്നത്? 3 കാര്യത്തിനാണ് ഒരു മുസ്ലിമിനെ കൊല്ലാൻ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത്. ഒരാളെ കൊന്നാൽ കൊല്ലാം. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരാൾ കൊന്നിട്ടില്ല, ഒരു മുസ്ലിമിനെ കൊന്നിട്ടില്ല. വ്യഭിചരിച്ചാൽ കൊല്ലാം. ഞാൻ ജാഹിലിയത്തിലും വ്യഭിചരിച്ചിട്ടില്ല, മുസ്ലിമാതിന് മുമ്പ് വ്യഭിചരിച്ചിട്ടില്ല, ഇസ്ലാമിൽ ഒരിക്കലുമില്ല. പിന്നെ എന്തിനാ ഞങ്ങൾ എന്നെ കൊല്ലണം? പിന്നെ കൊല്ലണത് മുർത്തദ്ദായാണ്. ഞാൻ എൻ്റെ ദീനിൽ അടിയുറച്ച് നിൽക്കുക, ഞാൻ എന്തിനാ മുർത്തദ്ദായിട്ടില്ല, പിന്നെ എന്തിനാ ഞങ്ങളെ കൊല്ലണമെന്ന് ചോദിച്ചു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത്. ഖുർആൻ ഓതി ഫൈൻ ആമനു ബിമിസ്ലി മാ ആമൻതും ബിഹി ഫഖദ് ഇഹ്തദൗ ഫൈൻ തവല്ലൗ ഫഇന്നമാ ഹും ഫീ ശിഖാഖിൻ ഫസയക്ഫീകഹുമുല്ലാഹു ഹുവസ് സമീഉൽ അലീം എന്ന് പറയുന്ന ആയത്തുണ്ട്. സൂറത്തുൽ ബഖറയിലെ 137-ാമത്തെ ആയത്താണ്. ഈ ആയത്തിലെത്തിയ സമയത്താണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ കുത്തുന്നത്. ഈ ആയത്തിന്റെ അർത്ഥം എന്താണെന്നറിയോ? ഫൈൻ ആമനു ബിമിസ്ലി മാ ആമൻതും ബിഹി, നിങ്ങൾ വിശ്വസിച്ചതുപോലെ അവരും വിശ്വസിക്കുകയാണെങ്കിൽ ഫഖദ് ഇഹ്തദൗ, അവർ സന്മാർഗത്തിലാണ്. വൈൻ തവല്ലൗ, ഈ വിശ്വാസത്തിൽ നിന്ന് അവർ പിന്തിരിയുകയാണെങ്കിൽ ഫഇന്നമാ ഹും ഫീ ശിഖാഖിൻ, അവർ നിങ്ങളുമായി എതിരാണ്, നിങ്ങളുടെ വിശ്വാസത്തിലല്ല. ഫസയക്ഫീകഹുമുല്ലാഹ്, അല്ലാഹു അവരെ തൊട്ട് താങ്കൾക്ക് അവരെ മതിയാക്കി തരും എന്ന് പറഞ്ഞാൽ അള്ളാഹ് കൈകാര്യം ചെയ്തോളൂ എന്ന് പറയും. ഈ ഫസയക്ഫീകഹുമുല്ലാഹ് എന്ന് ഓതുന്ന സമയത്താണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു കുത്തേൽക്കുന്നത്. ആ രക്തം ആ ഖുർആനിലേക്ക് വീണു. ആ ഫസയക്ഫീകഹുമുല്ലാഹ് എന്നുള്ള ഭാഗത്തേക്ക് ഖുർആൻ ആ ചോര വീണു, അള്ളാഹിന്റെ ചോര വീണു. ആ രക്തക്കറ പുരണ്ട മുസ്ഹഫ് ഇന്നും സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട് ഉസ്മാൻ റളിയല്ലാഹു അൻഹു. അപ്പോൾ അള്ളാഹു ഇവര് താങ്കളെ ഉപദ്രവിക്കുന്നുണ്ടെങ്കിലും താങ്കളെ കൊല്ലുന്നുണ്ടെങ്കിലും അവരെ ആര് കൈകാര്യം ചെയ്യും? പടച്ച തമ്പുരാൻ കൈകാര്യം ചെയ്യുമെന്ന ആ ഒരു ഭാഗം ഓതുന്ന സമയത്താണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ചെയ്തത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ധൈര്യം പറഞ്ഞത് മനസ്സിലായില്ലേ? അടുത്ത ആയത്ത് എന്താണെന്നറിയോ? സിബ്ഗത്തല്ലാഹ്, 137-ാമത്തെ ആയത്താണ്. 138-ാമത്തെ ആയത്ത് സിബ്ഗത്തല്ലാഹി വമൻ അഹ്സനു മിനല്ലാഹി സിബ്ഗ, അള്ളാഹുവിന്റെ ചായമാണിത്. അള്ളാഹുവിനേക്കാൾ നല്ല ചായം കൊടുക്കാൻ ആർക്ക് കഴിയുന്ന? ഏത് ചായം? ഇവിടെ അർത്ഥം വെച്ചാൽ ഈ വീണിരിക്കുന്ന രക്തക്കറ ഇത് പടച്ചവന്റെ ചായമാണ്. ഇതിനേക്കാൾ നല്ല ചായം ഏതുണ്ടെന്നാണ്. ഈ ഉസ്മാന്റെ വീണ രക്തത്തെക്കാൾ ലോകത്ത് ഏത് രക്തത്തിന് വിലയുണ്ട്? സിബ്ഗത്തല്ലാഹ്. അടുത്ത ആയത്ത് അതാണ്. ആയത്ത് ഓതിട്ടാണ് അദ്ദേഹം ചെയ്യുന്നത്, വഫാത്തായി പോകും. ആ കൊല്ലുന്നതിന് മുമ്പ് ഒരു സഹാബി വീട്ടിലേക്ക് കയറിയിട്ട് പറഞ്ഞു, ഉസ്മാൻ അമീറുൽ മുഅ്മിനീൻ, നിങ്ങളൊന്ന് പുറത്തേക്ക് വരും, നിങ്ങളുടെ മുഖം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അവരെ കൊല്ലാൻ കഴിയില്ല, നിങ്ങൾ അത്ര ഗാംഭീര്യമുള്ള മുഖത്തിന്റെ ഉടമയാണ്. ഉസ്മാൻ റളിയല്ലാഹു വന്നില്ല. എന്നിട്ട് പറഞ്ഞു, നിങ്ങളൊരു പൈജാമ ധരിക്കണം, സറാവിയിൽ ധരിക്കണം. ഉസ്മാൻ റളിയല്ലാഹു സറാവിയിൽ ധരിക്കുമായിരുന്നില്ല, പൈജാമ ധരിക്കണം. കാരണം നിങ്ങളെ ഇവർ കൊല്ലുന്ന സമയത്ത് നിങ്ങളുടെ ഔറത്തൊരു പക്ഷെ കണ്ടേക്കാം, അതുകൊണ്ട് ഔറത്ത് കാണാതിരിക്കാൻ വേണ്ടി സറാവിയിൽ പൈജാമ ധരിക്കണം എന്ന് ഉസ്മാൻ റളിയല്ലാഹു തആല എന്നോട് ആവശ്യപ്പെട്ടു. അങ്ങനെ ആദ്യമായിട്ട് കിനാനത്ത് ബിൻ ബിശ്ർ എന്ന് പറയുന്ന മനുഷ്യനാണ് ആദ്യം അടിക്കുന്നത്. ഉസ്മാൻ റളിയല്ലാഹു ആദ്യം അടിച്ചു. അബ്ദുല്ലാഹി ഇബ്നു സബ എന്ന് പറയുന്ന മനുഷ്യൻ ചാടി രണ്ടാമത് അടിച്ചു. അദ്ദേഹം ജൂതനാണ്. ഇസ്ലാമിക ലോകത്തുണ്ടായിട്ടുള്ള മുഴുവൻ ഫിത്നകളുടെ പിന്നിലും ജൂതന്മാരായിരിക്കും. ഏതിന്റെ പിന്നിലും ജൂതന്മാരുടെ കൈയുണ്ടാവും. അന്ന് മുതൽ ഇന്ന് വരെ ജൂത കൈയുണ്ടാവും. ഇന്നും അങ്ങനെയല്ലേ? അബ്ദുല്ലാഹി ഇബ്നു സബ ചാടി അവൻ അടുത്ത് പിന്നെ അടിച്ചു. അവൻ യമനി പാരമ്പര്യമുള്ള ജൂതനാണ്. മുഹമ്മദ് ബിൻ അബൂബക്കർ എന്ന് പറയുന്ന ഒരു സഹാബിയാണ് ഉസ്മാൻ റളിയല്ലാഹുവിന്റെ താടിക്ക് പിടിച്ചത്. ഒരു സഹാബി മാത്രമാണ് ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കൊലപാതകത്തിൽ ഈ രീതിയിലെങ്കിലും പങ്കാളിത്തം വഹിച്ചയാൾ. വേറെ ആരും സഹാബാക്കളല്ല, കലാപകാരികളാണ്. ഈ സമുദായത്തിന്റെ പേരിൽ അറിയപ്പെട്ട കലാപകാരികൾ. മുസ്ലിം സമുദായത്തിന്റെ പേരിൽ അവർ അറിയപ്പെടുന്ന പക്ഷേ കലാപകാരികളാണ്. ഇദ്ദേഹം താടിക്ക് പിടിച്ച സമയത്ത് താടിക്ക് പിടിച്ചിട്ട് ചോദിച്ചു, അലാ അയ്യ ദീനിൻ എന്താ, ഉസ്മാനെ നീ ഏത് ദീനിലാ ഉള്ളതെന്ന് ചോദിച്ചു. അപ്പൊ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിന്റെ വാപ്പ ബഹുമാനിച്ച താടിയാണ് ഇത്, നീ താടിയെന്ന് വിടാൻ വേണ്ടി പറഞ്ഞു, നിന്റെ വാപ്പ ബഹുമാനിച്ച താടിയാണ്. അങ്ങനെ വെട്ടി കൊന്നു. എന്തായിരുന്നു കാരണം? ഉമർ റളിയല്ലാഹുവിനെ കൊല്ലാൻ കാരണം ഞാൻ പറഞ്ഞു, അബൂലുഹബിന് യജമാനന് കൊടുക്കേണ്ട സംഖ്യ ഉമർ റളിയല്ലാഹു കുറച്ചു കൊടുത്തില്ല.
ഉസ്മാൻ റളിയല്ലാഹുവിനെ കൊല്ലാൻ കാരണം ഉസ്മാൻ റളിയല്ലാഹുവിനു ചില ഗവർണർമാരെ മാറ്റി, ചില രാഷ്ട്രീയ പ്രശ്നങ്ങളാണ്. ഉമർ റളിയല്ലാഹുവിനു ഉസ്മാൻ റളിയല്ലാഹുവിനോട് പറഞ്ഞിരുന്നു, ഞാൻ നിയമിച്ച ഗവർണർമാർ ഒരു വർഷം കഴിയാതെ മാറ്റരുത്, പ്രത്യേകിച്ചും ഈജിപ്തിൽ നിയമിച്ചിട്ടുള്ള ഗവർണറെ ഒരു വർഷം കഴിയാതെ സ്ഥലം മാറ്റരുതെന്ന് പറഞ്ഞിരുന്നു. ഉസ്മാൻ റളിയല്ലാഹു ചില ഗവർണർമാരെ സ്ഥലം മാറ്റി. അതിൽ പ്രകോപിതരായിട്ടുണ്ടായ ചില സംഭവവികാസങ്ങളാണ് ഉസ്മാൻ റളിയല്ലാഹുവിനെ കൊല്ലുന്നതിലേക്ക് നയിച്ചത്. ഉസ്മാൻ റളിയല്ലാഹു കൊല്ലപ്പെടുന്ന സമയത്ത് ഹജ്ജിന്റെ സീസണാണ്. ദുൽഹജ്ജ് 18-നാണ് അദ്ദേഹം കുത്തേക്കുന്നത്. ഹജ്ജിന്റെ സമയമാണ്. സമയമാണ്. സഹാബാക്കളെല്ലാം മക്കയിലാണ്. അതാണ് പ്രശ്നം. സഹാബാക്കൾ മക്കയിലാണ്. പ്രധാനപ്പെട്ട എല്ലാ സഹാബാക്കളും മറ്റു സഹാബാക്കൾ പലരും ജമാഅത്തിലാണ്. അവർ പല നാടുകളിലേക്ക് ഇസ്ലാമിന്റെ പ്രബോധനം കൊണ്ട് പോയിരിക്കണം. മദീനയിൽ പരിമിതമായ സഹാബാക്കളെ ഉള്ളൂ. ഉള്ളൊരാൾ അലി റളിയല്ലാഹുവിനാണ്, ഹസൻ ഹുസൈൻ റളിയല്ലാഹു, ഇങ്ങനെയുള്ള പരിമിതമായ സഹാബാക്കളെ ഉള്ളൂ. അതുകൊണ്ടാണ് പ്രതിരോധിക്കാൻ കഴിയാതെ പോയത്. കൊല്ലപ്പെട്ടു എന്ന് അറിഞ്ഞ ഉടനെ അലി റളിയല്ലാഹു ഹസൻ ഹുസൈനെ അടികൊടുത്തു. നിങ്ങളൊക്കെ എവിടെയായിരുന്നതാ? ഉസ്മാൻ കൊല്ലപ്പെടുന്ന സമയത്ത് അദ്ദേഹം വല്ലാത്ത പ്രകോപിതനായി അലി റളിയല്ലാഹു. അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. ഉസ്മാൻ റളിയല്ലാഹു, അലി റളിയല്ലാഹുവിന്റെ അവസാനത്തെ പ്രവൃത്തി എന്തായിരുന്നു? മരണസമയത്ത് അലി റളിയല്ലാഹു കൊല്ലപ്പെട്ടതാണല്ലോ. അബൂബക്കർ അല്ലാത്ത ഉമറും ഉസ്മാനും അലി റളിയല്ലാഹു കൊല്ലപ്പെടുന്നത് കൂഫയിൽ വെച്ചിട്ടാണ്. അദ്ദേഹത്തെ കൊല്ലുന്ന ഖവാരിജുകൾ എന്ന് പറയുന്ന ഒരു വിഭാഗമാണ്. ഖവാരിജുകൾ ഇസ്ലാമിക ലോകത്ത് ആദ്യമായി ഫിത്ന ഉണ്ടാക്കിയ ആളുകളാണ് ഖവാരിജുകൾ. ഖറജ എന്ന വാക്കിനർത്ഥം പുറപ്പെട്ടു എന്നാണ്. ഖവാരിജ് എന്ന് പറഞ്ഞാൽ പുറപ്പെട്ട ആളുകൾ, പുറത്തുപോയ ആൾക്കാരെന്നാണ് ഇതിനർത്ഥം. അവരാണ് അലി റളിയല്ലാഹു കൊന്നത്. ഒരു പരിശുദ്ധമായ റമദാനിന്റെ 17-ന്റെ അന്ന് 3 പേര് കൂടി യോഗം ചേർന്നു. 40 ദിവസം മുമ്പ് ഷഅബാനിന്റെ ആദ്യ ആഴ്ചയിൽ ഒരു യോഗം ചേർന്നു. 3 പേര്. ഒരാള് അബ്ദുല്ലാഹിബ്നു മുൽജിമാണ്. അദ്ദേഹമാണ് അലി റളിയല്ലാഹുവിനെ കൊന്നയാള്. അബ്ദുറഹ്മാൻ മുൽജിമും അതുപോലെ വേറെ 2 പേരും കൂടി യോഗം ചേർന്ന് 3 പേരെ കൊല്ലാൻ തീരുമാനിക്കുന്നുണ്ട്. ഒന്ന് അലി റളിയല്ലാഹു, മറ്റൊന്ന് അംർ ബിൻ ആസ് റളിയല്ലാഹു, മറ്റൊന്ന് മുആവിയത്ത് ബിൻ അബീ സുഫ്യാൻ റളിയല്ലാഹു. ഈ 3 പേരെ കൊല്ലണമെന്ന് തീരുമാനിക്കുകയാണ്. 40 ദിവസം മുമ്പ് യോഗം കൂടി കൊല്ലാൻ വേണ്ടി. എന്താ കൊല്ലേണ്ട കാരണം? ഇവരെ 3 പേരെയും കൊല്ലാൻ കാരണം നെഹ്റുവാൻ എന്നൊരു യുദ്ധം നടന്നു. ഇപ്പോഴത്തെ ബഗ്ദാദിനടുത്ത് വെച്ച് നെഹ്റുവാൻ എന്ന സ്ഥലത്തൊരു യുദ്ധം നടന്നു. ആ യുദ്ധത്തിൽ ഖവാരിജികളിൽപ്പെട്ട ധാരാളം ആളുകൾ കൊല്ലപ്പെട്ടു. ആ യുദ്ധം നടന്നത് അലി റളിയല്ലാഹുവിന്റെ പട്ടാളവും ഖവാരിജികളും തമ്മിലാണ് യുദ്ധം നടന്നത്. ഖവാരിജികളിൽപ്പെട്ട ധാരാളം ആളുകൾ കൊല്ലപ്പെട്ടു. അതിന് പ്രതികാരമായിട്ടാണ് അലി റളിയല്ലാഹുവിനെയും മുആവിയ റളിയല്ലാഹുവിനെയും അംർ ബിൻ ആസ് റളിയല്ലാഹുവിനെയും കൊല്ലാൻ വേണ്ടി ഈ 3 പേരും കൂടി തീരുമാനിച്ചത്. അബ്ദുറഹ്മാൻ ബിൻ മുൽജിം പറഞ്ഞു, ഞാൻ അലിയെ കൊന്നോളാം, നിങ്ങൾ 2 പേരും മറ്റു 2 പേരെ കൊന്നാൻ പറഞ്ഞു. അങ്ങനെ ഇവര് വാള് വാങ്ങി വെച്ചു. അതിനകത്ത് വിഷം പുരട്ടി വെച്ചു. ഓരോ ദിവസവും വാളിന് മുറിച്ചു കൂട്ടുകയും വിഷം പുരട്ടുകയും ചെയ്തു. അങ്ങനെ 3 പേര് 3 സ്ഥലത്തേക്ക് പോയി. അലി റളിയല്ലാഹു കൂഫയിലാണ്, മറ്റേ മുആവിയ റളിയല്ലാഹു ഉള്ളത് ഡമാസ്കസിലാണ്, അംർ ബിൻ ആസ് റളിയല്ലാഹു ഉള്ളത് ഈജിപ്തിലാണ്. 3 പേര് 3 സ്ഥലത്തേക്ക് കൊല്ലാൻ വേണ്ടി പ്ലാനിട്ട് പോയി. കൂഫയിലെത്തി അലി റളിയല്ലാഹുവിനെ കൊല്ലാൻ വന്ന അബ്ദുറഹ്മാൻ ബിൻ മുൽജിം കൂഫയിലെ ഒരു പള്ളിയിൽ കയറി. പള്ളിയിൽ കയറുന്ന സമയത്ത് ഈ പള്ളിയിൽ യോഗം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഖവാരിജികൾ യോഗം കൂടാണ്. അവരുടെയും അജണ്ട എന്നാണ് അലി റളിയല്ലാഹുവിനെ കൊല്ലണം. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, ഞാൻ അതിനുവേണ്ടി വന്നയാളാണ്. അങ്ങനെ 2 സഹായികളെ അവിടെ നിന്ന് അദ്ദേഹം ഒരു വിവാഹം കഴിക്കുന്നുണ്ട്. വിവാഹം കഴിച്ച് അലി റളിയല്ലാഹുവിനെ കൊല്ലാൻ വേണ്ടി അലി റളിയല്ലാഹു നിസ്കരിക്കാൻ പറ്റുന്ന പള്ളിയില്ല. ഇവര് പള്ളി മനസ്സിലാക്കി വെച്ചു. അബ്ദുറഹ്മാൻ ബിൻ മുൽജിമും 2 സഹായികൾ ഇവരാദ്യം പള്ളി കയറിയിരുന്നു. തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടി അലി റളിയല്ലാഹു വരുന്ന വാതിൽ ഏതാണെന്ന് കണ്ടുപിടിച്ചു. കയറുന്ന വാതിൽ. അലി റളിയല്ലാഹുവിനെ ഒറ്റയ്ക്ക് കൊല്ലാൻ പറ്റില്ല, കാരണം അദ്ദേഹത്തിനോട് കാവൽക്കാരുണ്ടാവും, പട്ടാളക്കാരുണ്ടാവും. അതുകൊണ്ടാണ് 2 പേരെ കൂട്ടിയത് അബ്ദുറഹ്മാൻ ബിൻ മുൽജിം. അലി റളിയല്ലാഹു നേരത്തെ വന്നു തഹജ്ജുദിന് വേണ്ടി ആ ഗേറ്റിലൂടെ വരുമ്പോൾ കാവൽക്കാർ കുറച്ച് ബാക്കിലാണ്. ഇവർ 3 പേര് നേരത്തെ പള്ളി കയറി ഇരിപ്പുണ്ട്. ആ വാതിലിലൂടെ കടന്നു വന്ന സമയത്ത് തന്നെ അബ്ദുറഹ്മാൻ ബിൻ മുൽജിം ചാടി വീണ് വെട്ടി തലയ്ക്ക് വെട്ടി. തല പിളർന്നിങ്ങനെ രക്തം താടിയിലൂടെ ഒഴുക. താടി ഇങ്ങനെ ചുമന്നു. ഇയാളെ പിടികൂടി. അബ്ദുറഹ്മാൻ ബിൻ മുൽജിമിനെ പിടികൂടി. അലി റളിയല്ലാഹുവിനെ അങ്ങനെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. കൂടെ ഇയാളുണ്ട്. അപ്പൊ ചോദിച്ചു, നിന്നെ ഇത് ചെയ്യാൻ പ്രേരിപ്പിച്ച കാര്യം എന്താന്ന് ചോദിച്ചാൽ അലി റളിയല്ലാഹു, നിനക്ക് ഞാൻ എത്ര സഹായം ചെയ്തിട്ടുണ്ട്, നീ മദീനയിൽ വന്നു, നിനക്ക് എത്ര സമ്പത്ത് ഞാൻ നൽകിയിട്ടുണ്ട്, എന്തെല്ലാം സഹായം ചെയ്തിട്ടുണ്ട്, നീ എന്തിനിത് ചെയ്തു എന്ന് ചോദിച്ചു. അപ്പൊ അയാൾ പറയാണ്, ഞാൻ ഈ ലോകത്തെ ഏറ്റവും ഷെറായ ഒരാളെ കൊല്ലാൻ വേണ്ടി തീരുമാനിച്ച് 40 ദിവസമായിട്ട് വാള് കാത്തിരിക്കുന്നതാണ്. അതാ കണ്ടത് നിന്നെയാണ്.
ഈ ലോകത്ത് ഏറ്റവും ഷെറായ ഒരാളെ കൊല്ലാൻ വേണ്ടി 40 ദിവസമായിട്ട് വാളും കാത്തിരിക്കാനാണ്. നിന്നെയാണ് ഞാൻ കണ്ടത് ഏറ്റവും ഷെറായ ആളായിട്ട്. ആരോടാ പറയുന്നത്? അലി റളിയല്ലാഹു അൻഹു. അപ്പൊ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആ ഷെറായ നീ തന്നെയാണ്. കാരണം റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ എന്നോട് പറഞ്ഞിട്ടുണ്ട്, അലി, നിന്റെ താടി രോമങ്ങൾ ചെഞ്ചായമണിയും, ചോര കൊണ്ട് ചെഞ്ചായമണിയുമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ കൊല്ലപ്പെടുമെന്ന് എനിക്കറിയാം. ഒരു കാര്യം കൂടി പറഞ്ഞു, ഈ പൂർവികരിൽ ഏറ്റവും പരാജിതനായ മനുഷ്യൻ സ്വാലിഹ് നബിയുടെ ഒട്ടകത്തെ അറുത്തയാളാണ്. അദ്ദേഹത്തിന്റെ പേര് ഖുദാർ ഇബ്നു സാലിഫ് എന്നാണ്. പിൻഗാമികളിൽ ഈ സമുദായത്തിൽ ഏറ്റവും മോശക്കാരനായ ആള് കാത്തിരുക്കാൻ നിന്നെ കൊല്ലുന്നയാളായിരിക്കും എന്ന് നബി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാനല്ല ഷർറുന്നാസ്, ആരാണ്? ഈ ജനകീയ സമുദായത്തിൽ, ഈ സമൂഹത്തിൽ ഏറ്റവും ഷർറായ ആൾ നീയാണെന്ന് അദ്ദേഹം പറഞ്ഞു. അലി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു. അലി റളിയല്ലാഹു അൻഹുവിന്റെ ഈ വഫാത്ത് ഏത് സമയത്താണ്, ഏതൊരവസ്ഥയിലാണ്? ഈ ഒരു നമസ്കാരത്തിന്റെ അവസ്ഥയിലാണ്. അപ്പൊ അതുകൊണ്ട് ഓരോരുത്തരും അല്ലാഹു തആലയുടെ തൗഫീഖ് അനുസരിച്ച് ജീവിതത്തിൽ അവൻ എന്താണോ ഇഷ്ടപ്പെട്ടത് ആ അവസ്ഥയിൽ മരിക്കും. അലി റളിയല്ലാഹു അൻഹു ഒരു കാര്യം വസിയത്ത് ചെയ്തു, ഞാൻ മരിക്കുകയാണെങ്കിൽ, ഈ വെട്ടേറ്റ് ഞാൻ മരിക്കുകയാണെങ്കിൽ ഇയാളെ നിങ്ങൾ കൊന്നേക്കുക, ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം എന്ന് പറഞ്ഞു. ഇവനല്ലാതെ വേറെ ആളെ കൊല്ലരുത്. ഇവൻ ഖവാരിജിയാണ്, പക്ഷെ ഇവനെ മാത്രമേ കൊല്ലാവുള്ളൂ. ഇവന്റെ വിഭാഗത്തിൽപ്പെട്ട ആരെയും എന്ത് ചെയ്യരുത്? കൊല്ലരുത്. ഒരാളെ കൊന്നാൽ അയാളെ കൊല്ലാം, അത് ഇസ്ലാമിക നിയമമാണ്. വേറൊരാളെ എന്ത് ചെയ്യരുത്? കൊല്ലരുത് എന്ന് പറഞ്ഞു. അലി റളിയല്ലാഹു അൻഹു വഫാത്താവുകയും ഇദ്ദേഹത്തെ കൊല്ലപ്പെടുകയും ചെയ്തു. ഈ മനുഷ്യനെ കൊല്ലപ്പെടുകയും ചെയ്തു. ഇയാളെ കൊല്ലാൻ വേണ്ടി പിടിച്ചിട്ട് ഇയാളുടെ നാവ് മുറിക്കാൻ പോയ സമയത്ത് ഇയാൾ പറഞ്ഞു, നിങ്ങൾ എന്റെ ശരീരത്തിന്റെ ഏതു ഭാഗവും മുറിച്ചോ കുഴപ്പമില്ല, നാവ് മുറിക്കരുത്, കാരണം അത് ദിക്ർ ചെല്ലണ നാവാണ്. അള്ളാഹ്ക്ക് ദിക്ർ ചെല്ലണ നാവാണ്, അത് മുറിക്കരുതെന്ന് പറഞ്ഞു. അത് പറഞ്ഞത് ഇന്നും ചില ആളുകളുണ്ട്. ഖുർആൻ ആമിലത്തുൻ നാസിബ തസ്ലാനൻ ഹാമിയ എന്ന് ഖുർആൻ പറയുന്നുണ്ട്. നല്ല അമല് ചെയ്യുന്ന ആൾക്കാരാണ്, പക്ഷെ അവരുടെ അമല് കൊണ്ട് അവർ പോകുന്ന നരകത്തിലായിരിക്കും. അവർ വിചാരിക്കുന്നു വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന, അവർ നന്മയാ ചെയ്യുന്ന അവരുടെ വിചാരം, അവർ ചെയ്യുന്ന നല്ല കാര്യങ്ങളാണെന്ന വിചാരം. പക്ഷെ ആ നന്മ കൊണ്ട് അവർ സ്വർഗത്തിലെത്തൂല, നരകത്തിലെത്തുള്ളൂ. വിശ്വാസം ശരിയാകാതെ എന്ത് അമല് ചെയ്തിട്ടൊരു കാര്യമില്ല. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദ ഇല്ലാതെ എന്ത് അമല് ചെയ്തിട്ടും കാര്യമില്ല. ഇദ്ദേഹത്തിന്റെ പ്രശ്നം എന്താ? അമലില്ല എന്നുള്ളതല്ല, അമലുണ്ട്, പക്ഷേ അമല് വിശ്വാസം തെറ്റിപ്പോയി. അതാണ് കാര്യം, വിശ്വാസം ശരിയാകാൻ. അതുകൊണ്ട് ആരുടെയും ദിക്റും സലാത്തും തസ്ബീഹും തലേക്കെട്ടും താടിയും തൊപ്പിയും ഇതൊന്നും കണ്ടിട്ട് ആരും നമ്മൾ വിലയിരുത്താൻ നിൽക്കണ്ട. ഉള്ളിലുള്ള വിശ്വാസം ശരിയാണോ എങ്കിലേ ഈ അമലിനൊക്കെ പടച്ചുകൊണ്ടൊക്കെ കൂലി ഉണ്ടാവും. വിശ്വാസം ശരിയല്ലെങ്കിൽ, ബിദ്അത്തിന്റെ വിശ്വാസമാണെങ്കിൽ, അള്ളയും റസൂലും പഠിപ്പിക്കാത്ത വിശ്വാസത്തിന്റെ പുറകെ ആണെങ്കിൽ ഒരമലു കൊണ്ട് നാളെ സ്വർഗത്തിൽ രക്ഷപ്പെടൂല. ഈ അമലൊക്കെ അവനെ നരകത്തിൽ എത്തിക്കുകയുള്ളൂ. അതാണ് ഖവാരിജികൾക്ക് പറ്റിയ കുഴപ്പം, അതാണ് ഷിയാക്കൾക്കും പറ്റിയ കുഴപ്പം. ഷിയാക്കൾ അമലില്ലാത്തവരല്ല, നമ്മളെ പോലെ നിസ്കരിക്കും, നല്ല അമല് ചെയ്യുമല്ലോ, പക്ഷേ അവരുടെ അമല് വിശ്വാസം തെറ്റാണ്. വിശ്വാസം തെറ്റായി കഴിഞ്ഞാൽ എവിടെ എത്തൂല? സ്വർഗത്തിൽ എത്തൂല. വിശ്വാസത്തിനാണ് പ്രാധാന്യം എന്ന് പറയുന്നത്. അല്ലാഹു അക്ബർ കബീറ. മറ്റു രണ്ടുപേരെയും കൊല്ലാൻ വേണ്ടി പോയ ആളുകൾ, മുആവിയ റളിയല്ലാഹു തആല അൻഹു പള്ളിയിൽ ഇതേപോലെ പള്ളിയിൽ നിസ്കരിക്കാൻ പോയ സമയത്ത് വെട്ടി, കൊല്ലാൻ പോയ ആള് വെട്ടി. മുആവിയ നിസ്കരിക്കാൻ പോണ പള്ളി കണ്ടുവച്ചു. ആ പള്ളി കയറാൻ സമയത്ത് വെട്ടി, പക്ഷെ വെട്ടിയത് പിൻഭാഗത്താണ്. കാര്യമായ മുറിവേറ്റില്ല, മരിക്കാനുള്ള മുറിവുണ്ടായില്ലാണ്ട് മുആവിയ രക്ഷപ്പെട്ടു. അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു കൊല്ലാൻ പോയ ആള് പള്ളി കയറി. അംർ ഇബ്നുൽ ആസ് അന്ന് ഇമാമത്ത് നിൽക്കേണ്ട, പക്ഷെ അന്ന് അദ്ദേഹം രോഗിയാണ്, അദ്ദേഹം വന്നില്ല. അദ്ദേഹം നായിബിനെ വിട്ടിരിക്കുന്നത്, അസിസ്റ്റന്റിനെ വിട്ടിരിക്കുന്നത്. ഈ അസിസ്റ്റന്റിനെ വെട്ടി. ആരാന്ന് വിചാരിച്ചു? അംർ ഇബ്നുൽ ആസ് എന്ന് വിചാരിച്ച് കൊല്ലാൻ പോയ ആള് വെട്ടി. അതുകൊണ്ട് അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? രക്ഷപ്പെട്ടു. കൊല്ലപ്പെട്ടത് ആര് മാത്രമാണ്? അലി റളിയല്ലാഹു അൻഹു മാത്രമാണ് കൊല്ലപ്പെട്ടത്. അവര് ഈ ഖവാരിയാക്കൾ ഉയർത്തുന്നൊരു വാദം, ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാ, വിധി കൽപ്പിക്കാൻ അള്ളാഹുവിന് മാത്രം അധികാരം. അതാണ് അവരുടെ അടിസ്ഥാന വിശ്വാസം. ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാ, ഒരു വിധി കൽപ്പിക്കാനുള്ള അവകാശം ആർക്ക് മാത്രമേ ഉള്ളൂ? അള്ളാഹ്ക്ക് മാത്രം. അവിടെ ഖലീഫമാര് പാടില്ല. അള്ളാഹ് നേരിട്ട് ഭരിക്കണം. ഭൂമിയിൽ ആര് ഭരിക്കണം? അള്ളാഹ് ഭരിക്കണം. ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാ, ഒരു വിധി പറയാൻ ആർക്കേ അവകാശമുള്ളൂ? അള്ളാഹ്ക്ക് മാത്രമേ അവകാശമുള്ളൂ. അവര് ഒരു യുദ്ധത്തിൽ ഖുർആൻ ഇങ്ങനെ കുന്തത്തിൽ കുത്തി ഉയർത്തി, എന്നിട്ട് പറയും ഖുർആനാണ് വിധി പറയേണ്ടത്, ഇവിടെ ഖലീഫമാരും ഭരണാധികാരികളൊന്നും പറ്റൂല. ഇതൊരു വികലമായ വിശ്വാസമാണ്. അള്ളാഹ് നേരിട്ട് ഭൂമിയിൽ ഭരിക്കാൻ പറ്റില്ല. അള്ളാഹു ഭരിക്കാൻ വേണ്ടി ഏൽപ്പിച്ചിരിക്കുന്ന പ്രതിനിധികളാണ് ഇവിടുത്തെ ഖലീഫമാരെന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഒരു ഖുർആനാണ് അവർ ഉദ്ധരിച്ചത്, ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാ എന്ന് പറയുന്നത്. പക്ഷേ അവരുടെ വാദം, വിശ്വാസം എന്തായിപ്പോയി? തെറ്റായിപ്പോയി. അതാണ് കാരണം. ഇപ്പൊ ഏതായിരുന്നാലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് അവസാനം പറയുക എന്നുള്ളത് വലിയൊരു ഭാഗ്യമാണ്. പക്ഷേ ഉയർന്ന ദർജയുള്ള ആളുകൾ അവർ ഏതിനെയാണോ ഇഷ്ടപ്പെട്ടത് ഒരു അവസ്ഥയിലായിരിക്കും എന്ത് ചെയ്യുക? മരണപ്പെട്ട് പോവുക എന്ന്. സമയമായ
ഒരു ഹദീസോടെ പെട്ടെന്ന് പറഞ്ഞു നിർത്താം. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാമിൻ മുസ്ലിമുൻ തുസീബുഹു മുസീബ, ഒരു മുസ്ലിമായ മനുഷ്യന് ഒരു ആപത്ത് സംഭവിച്ചു, ഒരു അപകടം പറ്റി, ഒരു മുസീബത്ത് വന്നു. അള്ളാഹു അവനോട് പറയാൻ വേണ്ടി കൽപ്പിച്ച ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നാണ് ഒരു മുസീബത്ത് വന്നാ പറയേണ്ടത്. എന്ത് മുസീബത്ത് വന്നാലും പറയേണ്ടത് അങ്ങനെയാണ്. കറണ്ട് പോയാലും പറയേണ്ടത് അങ്ങനെയാണ്, മരിച്ചു പോയാലും പറയേണ്ടത് അങ്ങനെയാണ്, ചെരുപ്പിന്റെ വാറ് പൊട്ടിയാലും പറയേണ്ടത് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എന്ത് മുസീബത്തിന് അങ്ങനെ പറഞ്ഞാൽ ഉഖ്ലുഫ്ലി ഖൈറൻ മിൻഹാ അല്ലാഹുമ്മ ഉജ്ർനി ഫീ മുസീബത്തി, പടച്ചോനെ എനിക്ക് പറ്റിയ മുസീബത്തിന് എനിക്ക് നീ കൂലി തരണം, ഇതിനേക്കാൾ നല്ലത് എനിക്ക് പകരം തരണം എന്ന് പറഞ്ഞാൽ അള്ളാഹു അത് കൊടുക്കാതിരിക്കില്ല. അത് കൊടുക്കാതിരിക്കില്ല. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയാണ്, എന്റെ ഭർത്താവ് അബൂ സലമ മരിച്ചു. അപ്പൊ ഞാൻ വിചാരിച്ചു, എന്റെ അബൂ സലമ ഭർത്താവിനേക്കാൾ ലോകത്ത് ആരാണ് നല്ല മനുഷ്യനുള്ളത്? ഞാൻ ഈ ദുആ പറഞ്ഞാൽ എന്ത് ചെയ്യണം? അബൂ സലമയേക്കാൾ നല്ല ഭർത്താവിനെ കിട്ടണം. അബൂ സലമയേക്കാൾ നല്ല ഭർത്താവ് ആരുണ്ടെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ ഞാനത് പറഞ്ഞു. എനിക്ക് പിന്നീട് പകരം കിട്ടിയത് എനിക്ക് അല്ലാഹുവിന്റെ റസൂലിനെയാണ് പകരം കിട്ടിയത്. അപ്പൊ ഒരു കാര്യം ഉറപ്പാണ്, എന്ത് ചെയ്യും? പകരം കിട്ടും. നമ്മൾ ഒട്ടും സംശയിക്കേണ്ട. അല്ലാഹു തആല പകരം തരിക തന്നെ ചെയ്യും. അല്ലാഹു തആല തരുമാറാകട്ടെ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനക്കല്ലാഹി വബിഹംദിഹി അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്.